പ്രിയപ്പെട്ടവരെ, ഇന്ത്യൻ ഭരണഘടനയുടെ ഓർമ്മ തന്നെ ഒരു രാഷ്ട്രീയ പ്രതിരോധമായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു മഹാമാരി കൊണ്ട് നമ്മൾ സയന്റിഫിക് ടെമ്പർ ഉണ്ടാകുമെന്ന് കരുതുന്നത് വിഡിത്തമാണ്. വാക്സിനേഷൻ എടുത്തിട്ട് നമ്മൾ തികച്ചും ശാസ്ത്രീയമല്ലാത്ത പ്രചരണങ്ങളിൽ ഏർപ്പെടുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. മഹാമാരി കൊണ്ട് ശാസ്ത്രീയമായിട്ടുള്ള മനോവൃത്തിയും പ്രളയം പോലെയുള്ള ദുരന്തങ്ങൾ കൊണ്ട് സാഹോദര്യവും ഉണ്ടാവുമെന്ന് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. യഥാർത്ഥത്തിൽ അതിന് കാലങ്ങളോളം നമ്മൾ കാത്തുവയ്ക്കേണ്ട ഒരു ജാഗ്രത ആവശ്യമുണ്ട് ഈ സയന്റിഫിക് ടെമ്പറിന്. അതുകൊണ്ട് തന്നെ സയന്റിഫിക് ടെമ്പർ, രാഷ്ട്രീയം, നെഹ്റു എന്ന വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയ പരിസരത്തെയും രാഷ്ട്രീയവും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെയാണ് നെഹ്റു ഉപയോഗപ്പെടുത്തിയത് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. നെഹ്റുവിന്റെ ഗ്രന്ഥങ്ങളിലൂടെയും നെഹ്റുവിനെ കുറിച്ചുള്ള വിമർശനങ്ങളിലൂടെയും നെഹ്റുവിന്റെ ചില കത്തുകളിലൂടെയുമാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ കൂടുതൽ ഭാഗവും കേന്ദ്രീകരിക്കുക നെഹ്റുവിന്റെ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഭരണഘടന വന്നതിന് ശേഷവും സ്വാതന്ത്ര്യ അനന്തര ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളായിരിക്കും. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ, അതിനു മുൻപൊക്കെ ചില പ്രഡിക്ഷൻസ് നടന്നിരുന്നു. എന്തായിരിക്കും ഇന്ത്യ എന്ന ഒരു വളരെ അതിശയകരമായ ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റിയുടെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന രീതിയിലുള്ള പല ചർച്ചകളും നടന്നിരുന്നു. ആ ചർച്ചകളുടെ ഒരു അടിസ്ഥാനം ഈ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭരണം, രാഷ്ട്രം എന്നൊക്കെയുള്ള സങ്കല്പങ്ങൾ ഉണ്ടാവുന്ന വെസ്റ്റ്ഫേലിയ ട്രീറ്റിയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള യൂറോപ്യൻ പരിസരത്തിൽ തികച്ചും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ പരിസരമാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് എന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ചില പാളിപ്പോയ പ്രവചനങ്ങളിലൂടെയാണ്. ആ പ്രവചനങ്ങളിൽ ആദ്യം നമ്മൾ തുടങ്ങുന്നത് മാൽക്കം ഡാർലിംഗ് എന്ന ഒരു സിവിൽ സർവീസുകാരൻ, ഇന്ത്യയിൽ ഏറെക്കാലം ഭരിച്ച, പ്രത്യേകിച്ച് പഞ്ചാബ് അടക്കമുള്ള മേഖലകളിൽ വളരെ സാന്നിധ്യമുണ്ടായിരുന്ന ഒരു സിവിൽ സർവീസ് ഓഫീസറാണ്. ഇന്ത്യക്ക് വളരെയധികം പ്രിയപ്പെട്ട ആളായിരുന്നു. ഇന്ത്യയോടും വളരെ സിമ്പതൈസർ ആയിരുന്നു. ഇന്ത്യയുടെ കാര്യത്തിൽ സിമ്പതൈസറായ ഒരു സിവിൽ സർവന്റാണ് മാൽക്കം ഡാർലിംഗ്. 1940 സിവിൽ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു. അതിനുശേഷം അദ്ദേഹം ലണ്ടനിൽ താമസിക്കുകയായിരുന്നു. 1948 ജനുവരി 30 മഹാത്മാഗാന്ധി വെടിയേറ്റു വീണതിന്റെ പിറ്റേ ദിവസം മാൽക്കം ഡാർലിംഗ് ICS അദ്ദേഹത്തിന്റെ ഡയറിയിൽ ഒരു കുറിപ്പിട്ടു. അത് പിന്നീട് ചില അക്കാഡമിക് പഠനങ്ങളുടെ ഭാഗമായി വന്നിട്ടുണ്ട്. രാമചന്ദ്ര ഗുഹ ഇതിനെക്കുറിച്ച് പറയുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മാൽക്കം ഡാർലിംഗ് ഇത് പറയുന്ന സമയത്ത് മാൽക്കം ഡാർലിംഗ് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. 1948 സെപ്റ്റംബർ മാസത്തിൽ ഇന്ത്യയിലെ അവസാനത്തെ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫായ ക്ലൗഡ് അക്കിൻലേക്ക് നടത്തിയ പ്രവചനമാണ്. ക്ലൗഡ് അക്കിൻലേക്ക് നടത്തിയ പ്രവചനം കുറച്ചുകൂടി തീവ്രമായൊരു പ്രതികരണമായിരുന്നു. ദ പഞ്ചാബി ഈസ് ആസ് ഡിഫറെന്റ് ഫ്രം എ മദ്രാസി. മദ്രാസിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാണ് പഞ്ചാബി. ആസ് എ സ്കോട്ടീസ് ഫ്രം അൻ ഇറ്റാലിയൻ. ഇറ്റാലിയൻ ഇൻഡിവിജ്വലിൽ നിന്ന്, അല്ലെങ്കിൽ ഇറ്റാലിയൻ വ്യക്തിയിൽ നിന്ന് ഒരു സ്കോട്ടിഷുകാരൻ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതുപോലെ ദ ബ്രിട്ടീഷ് ട്രൈഡ് ടു കൺസോളിഡേറ്റ് ഇറ്റ് ബട്ട് അച്ചീവ് നത്തിങ് പെർമനന്റ്. ബ്രിട്ടീഷുകാർ അതിനെ ഏകോപിപ്പിക്കാനും കൺസോളിഡേറ്റ് ചെയ്യാനുമാണ് ശ്രമിച്ചത്. നോ വൺ ക്യാൻ മേക്ക് എ നേഷൻ ഔട്ട് ഓഫ് എ കോണ്ടിനെന്റ് ഓഫ് മെനി നേഷൻസ്. പല രാജ്യങ്ങളുടെ ഭൂഖണ്ഡങ്ങളിൽ നിന്നും ഒരു രാജ്യത്തെ സൃഷ്ടിക്കുക സാധ്യമല്ല. ഇതായിരുന്നു ഒക്കിൻലേക്ക് എന്ന ഇന്ത്യയെ സേവിച്ച അവസാനത്തെ ബ്രിട്ടീഷ് ആർമി ചീഫ് കമാൻഡറുടെ പ്രവചനം. 1948 സെപ്റ്റംബർ മാസത്തിൽ ആണ് ഒക്കിൻലേക്ക് ഇങ്ങനെ പ്രവചിക്കുന്നത്. വിൻസ്റ്റൺ ചർച്ചിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപേ തന്നെ പ്രവചിച്ചത് നേരത്തെ തന്നെ പബ്ലിക് ഡൊമൈനിൽ ഉള്ളതാണ്. ഇൻഡിപെൻഡൻസ് ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യ റാസ്കലുകളുടെയും ഈ കള്ളന്മാരുടെയും ഒക്കെ കൈകളിലേക്ക് പോകുമെന്നാണ് വിൻസ്റ്റൺ ചർച്ചിൽ പ്രവചിച്ചത്. ഈ എല്ലാ പ്രവചനങ്ങളെയും തെറ്റിച്ചുകൊണ്ട് നമ്മൾ 72 വർഷങ്ങൾ ഒരു ഭരണഘടനയുമായി യാത്ര തുടരുകയാണ്. എന്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്ത് മാജിക് ആണ് ഈ ഇന്ത്യൻ സ്റ്റേറ്റിന് ഉണ്ടായിരുന്നത് ഈ പ്രവചനങ്ങളെ അതിജീവിക്കാൻ? ഏറെക്കുറെ ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം കിട്ടുകയോ നേരത്തെ കോളനൈസ് ചെയ്യപ്പെട്ട രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വേളകളിൽ പുറത്തു വന്ന രാജ്യങ്ങൾ, സ്വന്തമായി ഭരണഘടന ഉണ്ടാക്കിയ രാജ്യങ്ങളെല്ലാം തന്നെ മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പിന്റെ, ടോട്ടാലിറ്റേറിയനിസത്തിന്റെ, അതോറിറ്റേറിയനിസത്തിന്റെ, റിലീജിയനിസത്തിന്റെ, വളരെ കമ്മ്യൂണലിസത്തിന്റെ ഒക്കെ രാഷ്ട്രീയ പാതകൾ സ്വീകരിച്ച് തകർന്നു പോയിട്ടും ഇന്ത്യ എന്തുകൊണ്ട് പിടിച്ചു നിന്നതാണ് ചോദ്യം. ഇവിടെയാണ് സുനിൽ ഖിൽനാനി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ പറയുന്നുണ്ട്, ചരിത്രകാരൻ പറയുന്നുണ്ട്, ഒക്ടോബർ റെവല്യൂഷനേക്കാൾ, ഒരു പരിധിവരെ ഫ്രഞ്ച് വിപ്ലവത്തെക്കാൾ, അമേരിക്കൻ വിപ്ലവത്തെക്കാൾ ഏറ്റവും സങ്കീർണവും ഏറ്റവും അതിശയിപ്പിക്കുന്നതുമായ വിപ്ലവമായിരുന്നു ഇന്ത്യയിലെ യൂണിയനിലേക്ക് ഈ പ്രിൻസ്ലി സ്റ്റേറ്റുകളുടെ ലയനം എന്ന് പറയുന്നുണ്ട് സുനിൽ ഖിൽനാനി. അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെ അതിശയകരമായ ഒരു വിപ്ലവ പദ്ധതി നടപ്പിലാക്കിയത് ആരാണ്? എന്ത് മാജിക് ആയിരുന്നു അതിന് പിന്നിൽ പ്രവർത്തിച്ചത്?
നിസ്സംശയം പറയാം, അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഒരു വ്യക്തിയല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ആശയമല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കരിസ്മയല്ല, ഒരു വ്യക്തിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഐഡിയലിസ്റ്റ് ആയിട്ടുള്ള ആശയങ്ങളല്ല. പകരം ആ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ചു നിർത്താൻ ആവശ്യമായ ഒരു രാഷ്ട്രീയ തത്വസംഹിത രൂപീകരിച്ചത് ഇന്ത്യയിലെ അന്നത്തെ ഭരണഘടനാ നിർമ്മാതാക്കളും ഇന്ത്യയിലെ അന്നത്തെ ഭരണകൂടവും ആർജിച്ച ശാസ്ത്രീയമായ മനോവൃത്തിയുടെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ നയമായിരുന്നു. ഞാനിത് പറയാനുള്ള കാരണം, ഈ ചിത്രം ഒരുപക്ഷെ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇത് നെഹ്റുവിന്റെ ആർക്കൈവ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഈ ചിത്രം. 1959 ഡിസംബർ മാസം 6-ാം തീയതി വെസ്റ്റ് ബംഗാളിന്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന, വെസ്റ്റ് ബംഗാളിലൂടെ ഒഴുകുന്ന നദിയാണ് ഈ ദാമോദർ റിവർ. ആ ദാമോദർ നദിയുടെ കുറുകെ കിട്ടിയ പാൻചന്റ് എന്ന് പറയുന്ന ഒരു ഡാം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ജവഹർലാൽ നെഹ്റു പോകുന്നു. 1949 ഡിസംബർ 6 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന് 9 വർഷങ്ങൾക്ക് ശേഷമാണ് നെഹ്റു പോകുന്നത്. ഈ പാൻചന്റ് എന്ന് പറയുന്ന ഡാം ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ അവിടെ ഭൂരിപക്ഷവും തൊഴിലാളികൾ ഒരു പ്രത്യേക വർഗത്തിൽ നിന്നുള്ളവരാണ്. സാന്താൾ വർഗത്തിൽ നിന്നുള്ള തൊഴിലാളികളാണ് അധികവും അവിടെയുള്ളത്. ഈ ഡാം ഉദ്ഘാടനം ചെയ്യാൻ ഏറെക്കുറെ സോഷ്യലിസ്റ്റ് സങ്കല്പങ്ങൾ കയ്യിൽ കരുതിയ നെഹ്റു അവിടുത്തെ ഒരു തൊഴിലാളിയെ തന്നെ വിളിക്കുകയാണ്. ആ തൊഴിലാളി എന്ന് പറയുന്നത് നെഹ്റു വന്ന് കയറിയ സമയത്ത് നെഹ്റുവിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി അവിടെയുള്ള സംഘാടകര് ഈ ബുധ്നി മേജാൻ എന്ന് പറയുന്ന 15 വയസ്സുള്ള സാന്താൾ പെൺകുട്ടിയാണ് ഏൽപ്പിച്ചത്. ഈ പെൺകുട്ടി കയ്യിലെ പൂമാല നെഹ്റുവിനെ അണിയിപ്പിച്ച് ആണ് സ്വാഗതം ചെയ്യുന്നത്. ഈ ബുധ്നി മെജാനെ ഈ നെഹ്റു ക്ഷണിക്കുകയാണ് ഈ ഡാം രാജ്യത്തിന് സമർപ്പിക്കാൻ വേണ്ടി. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ട്രൈബൽ പെൺകുട്ടി ഒരു രാജ്യത്തിന്, ഒരു ജനാധിപത്യ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡാമുകളിൽ ഒന്ന് രാജ്യത്തിന് സമർപ്പിക്കുന്നത്. ഒരു പെൺകുട്ടി തന്നെ ഒരു ഡാം, ഒരു നാഷണൽ പ്രൊജക്ട് രാജ്യത്തിന് സമർപ്പിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഒരു ഇലക്ടഡ് ഐഡന്റിറ്റി ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഐഡന്റിറ്റി ഇല്ലാത്തൊരു പെൺകുട്ടി. ഈ പെൺകുട്ടി ഇത് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിറ്റുന്ന പത്രങ്ങളെല്ലാം വലിയ രീതിയിലുള്ള കോളം വാർത്തകൾ ഇത് കൊണ്ടുവന്നു, വലിയ തലക്കെട്ടുകൾ നിറഞ്ഞു. പക്ഷെ ഇത് നെഹ്റു ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രൊപ്പഗാൻഡ മെഷീന്റെ ഭാഗമായി ചെയ്തതല്ല. നെഹ്റു ഇത്തരം പല രീതികളിലും ഒരു സ്റ്റേറ്റ്മെന്റ്ഷിപ്പ് കാണിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഈ പത്രത്തിൽ ഫോട്ടോ അടക്കം വലിയ തലക്കെട്ടുകൾ വന്നു. ആ തലക്കെട്ടുകളിൽ ഇതാ ഒരു പെൺകുട്ടി ആദ്യമായി രാജ്യത്ത് ഒരു ഡാം തുറന്നു കൊടുത്തിരിക്കുന്നു, വലിയ രീതിയിലുള്ള പുകഴ്ത്തലുകൾ ഉണ്ടായി. പക്ഷേ ബുധ്നി മെജാൻ എന്ത് സംഭവിച്ചു എന്ന് വളരെ കുറച്ചുപേർ മാത്രമേ അന്വേഷിച്ചുള്ളൂ. ബുധ്നി മെജാൻ തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി, കാർബണ എന്ന് പറയുന്ന ആ വില്ലേജിലേക്ക്. കാർബണ വില്ലേജിൽ തിരിച്ചുപോയപ്പോൾ, മധ്യപ്രദേശിലാണ്, ഈ വില്ലേജിലേക്ക് തിരിച്ചുപോയപ്പോൾ ആ വില്ലേജിന്റെ വഴിയിൽ ഈ ബുധ്നി മെജാൻ വരുന്നതും കാത്തു നിൽക്കുകയാണ് ആൾക്കാർ. ബുധ്നി മെജാനെ ആ ഗ്രാമത്തിലേക്ക് ഒരാൾ പോലും കയറ്റിയില്ല. മാത്രവുമല്ല, മാലയിട്ടൊരു പുരുഷനെ വരിച്ചാൽ ആ പുരുഷന്റെ ഭാര്യയാണ് നീ എന്ന ട്രൈബൽ വിശ്വാസമുള്ള സാന്താൾ വംശജർക്ക് സാന്താൾ വംശത്തിൽപ്പെട്ടതല്ലാത്ത നെഹ്റുവിനെ വരിച്ച ബുധ്നി മെജാനെ പുറത്താക്കുകയല്ലാതെ മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. അവരുടെ സോഷ്യൽ കസ്റ്റമറി പ്രാക്ടീസ് അനുസരിച്ച് ആ പെൺകുട്ടിക്ക് ഇനി സാന്താൾ വംശത്തിൽ തുടരുക സാധ്യമല്ല. അങ്ങനെ ഗ്രാമത്തിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട്, സ്വന്തം വർഗത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട്, സ്വന്തം കുടുംബത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട ബുധ്നി മെജാൻ എന്ന പെൺകുട്ടി ഈ കാർബണ ഗ്രാമത്തിൽ നിന്ന് കരഞ്ഞ് തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതായിരുന്നു സ്വാതന്ത്ര്യം കിട്ടി ഭരണഘടന നിലവിൽ വന്ന 9 വർഷത്തിനു ശേഷവും ഇന്ത്യയുടെ അവസ്ഥ. ഇവിടെയാണ് അംബേദ്കറിന്റെ ഒരു വാക്ക് നമ്മൾ ഓർമ്മിക്കുന്നത്. ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ ഫ്രീഡം എന്നുള്ളത് ഒരു 1 man 1 vote 1 value എന്ന സിസ്റ്റത്തെ നമ്മൾ ഇൻഷുർ ചെയ്തു. പക്ഷേ 1 man 1 value എന്ന സിസ്റ്റത്തെ നമ്മൾ ഇൻഷുർ ചെയ്തിട്ടില്ല. ഇന്ത്യ റിപ്പബ്ലിക്കായി, പക്ഷെ എത്രമാത്രം റിപ്പബ്ലിക്കായി, എത്രമാത്രം ഡെമോക്രാറ്റിക് ആയി എന്നൊരു ചോദ്യം ഈ ഘട്ടത്തിലാണ് വരുന്നത്. ഇത്രയും സങ്കീർണമായ സാമൂഹിക പരിതസ്ഥിതികളിൽ നിന്ന് ഒരു ഇന്ത്യയെ 72 വർഷം പിടിച്ചു നിർത്താൻ ആവശ്യമായ ഭരണഘടനയും സംവിധാനവും നേഷൻ ബിൽഡിങ്ങും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ടാക്കുക എന്നത് അത്രമേൽ ശ്രമകരമായ ജോലിയായിരുന്നു. നെഹ്റു പോലും അറിഞ്ഞില്ല ബുധ്നി മെജാൻ എന്ത് സംഭവിച്ചു എന്ന്. പിന്നീട് ഈ ബുധ്നി മെജാന്റെ റിപ്പോർട്ട് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്, നെഹ്റുവിന് ശേഷം 1980 ഒരു ഗതിയുമില്ലാതെ തെരുവിലലഞ്ഞ ബുധ്നി മെജാൻ രാജീവ് ഗാന്ധിയെ പോയി കണ്ടുവെന്നും പിന്നീട് ദാമോദർ വാലി കോർപ്പറേഷനിൽ ഒരു ചെറിയ ജോലി സംഘടിപ്പിച്ചു എന്നും ഒക്കെയാണ്. പക്ഷെ ബുധ്നി മെജാന്റെ പെൺകുട്ടിയും അനുഭവിച്ച ദുരിതം ഈ പത്ര തലക്കെട്ടുകളെ തുടർന്ന് വേറെ ആരും തേടിപ്പോയില്ല, ഒരു ഭരണകൂടവും തേടിപ്പോയില്ല. ഈ പരിതസ്ഥിതിയിൽ നിന്നാണ് ഇന്ത്യയെ നെഹ്റു കെട്ടിപ്പടുക്കുന്നത് എന്നർത്ഥം. ആ നെഹ്റുവിന് എന്തായിരുന്നു ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിങ്ങിനുള്ള കരുത്ത് പകർന്നത് എന്നതാണ് ചോദ്യം. നെഹ്റു തന്നെ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ എഴുതിയിട്ടുണ്ട്, ദ സെർച്ച് ഫോർ ട്രൂത്ത് ആൻഡ് ന്യൂ നോളജ്, ദ റിഫ്യൂസൽ ടു അക്സെപ്റ്റ് എനിത്തിങ് വിത്തൗട്ട് ടെസ്റ്റിംഗ് ഓർ ട്രയൽ. സത്യത്തിന് വേണ്ടിയുള്ള നിരന്തരമായ അന്വേഷണം, സത്യത്തിനും അറിവിനും വേണ്ടിയുള്ള നിരന്തരമായ അന്വേഷണം. റിഫ്യൂസൽ ടു അക്സെപ്റ്റ് എനിത്തിങ് വിത്തൗട്ട് ടെസ്റ്റിംഗ് ഓർ ട്രയൽ. പരീക്ഷണത്തിലൂടെയോ നിരീക്ഷണത്തിലൂടെയോ അല്ലാതെ ഒരു കാര്യത്തിനെയും അംഗീകരിക്കാതിരിക്കൽ. വിത്തൗട്ട് ദ കപ്പാസിറ്റി ടു ചേഞ്ച് പ്രീവിയസ് കൺക്ലൂഷൻസ്.
പൂർവ്വ നിഗമനങ്ങളെ പൂർണ്ണമായും മാറ്റാനുള്ള കരുത്ത്. ഇൻ ദ ഫേസ് ഓഫ് ന്യൂ എവിഡൻസ്, പുതിയ തെളിവുകളുടെ പശ്ചാത്തലത്തിൽ പൂർവ്വ നിഗമനങ്ങളെ മാറ്റുന്നതിനുള്ള കപ്പാസിറ്റി, അതിനുള്ള കഴിവ് ഒരുപക്ഷെ നമ്മളിൽ ഭൂരിപക്ഷം പേർക്കും ഇല്ലാത്തതാണ്. പുതിയ തെളിവുകൾ വരുമ്പോൾ, പുതിയ ആർഗ്യുമെന്റുകൾ വരുമ്പോൾ ആ പഴയ നിഗമനങ്ങളെ തിരുത്താനുള്ള കഴിവ്. ഓപ്പൺനെസ് ടു കറക്ഷൻ, ദ റിലയൻസ് ഓൺ ഒബ്സർവ്ഡ് ഫാക്ട്സ്, നിരീക്ഷിക്കപ്പെട്ട ഫാക്ട്സുകളിന്മേലുള്ള റിലയൻസ് ആൻഡ് നോട്ട് ഓൺ പ്രീ കൺസീവ്ഡ് തിയറി. മുൻധാരണകളിലുള്ള വിശ്വാസമല്ല, പകരം കൺമുന്നിൽ കണ്ട വസ്തുതകളിന്മേലുള്ള വിശ്വാസവും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പൂർവ്വ നിഗമനങ്ങളെ തിരുത്താനുള്ള കരുത്തുമാണ് നെഹ്റുവിന് ശാസ്ത്രം എന്ന് പറയുന്നത്. ഇതായിരുന്നു നെഹ്റു എന്ന സ്റ്റേറ്റ്മാൻഷിപ്പിനെ അല്ലെങ്കിൽ നെഹ്റു എന്ന സ്റ്റേറ്റ്സ്മാനെ നിയന്ത്രിച്ച സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന ഒരു എലമെന്റ് എന്ന് പറയുന്നത്. ഇത് നെഹ്റുവിന് എവിടെ നിന്ന് കിട്ടി എന്നൊരു ചോദ്യം കൂടി നമ്മൾ ചോദിക്കുന്നുണ്ട് ഹിസ്റ്ററി ഓഫ് ഇന്ത്യയിൽ എഴുതുമ്പോൾ. നെഹ്റുവിന് ഈ ആശയം ലഭിക്കുന്നത് എൻലൈറ്റൻമെന്റ് റാഷണാലിറ്റി വളരെയധികം ചർച്ചാ വിഷയമാക്കപ്പെടുകയും വളരെയധികം രാഷ്ട്രീയവും സാമൂഹികവും ശാസ്ത്രീയവുമായ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുകയും ചെയ്ത യൂറോപ്പിന്റെ പരിസരത്താണ് നെഹ്റുവും തന്റെ വിദ്യാഭ്യാസം നടത്തുന്നത്. നെഹ്റുവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യയിലെ അപൂർവം ചില സ്റ്റേറ്റ്സ്മാൻമാർക്ക് കിട്ടിയിരിക്കുന്ന ഭാഗ്യമായിരുന്നു നെഹ്റുവിന് കിട്ടിയത്. ഏറ്റവും റിച്ച് ആയിട്ടുള്ള, ഏറ്റവും അപ്പർ കാസ്റ്റ് ഫാമിലിയിൽ, അലഹാബാദിൽ ഏറ്റവും സമ്പന്നനായ, ഏറ്റവും തിരക്കുള്ളൊരു ബാരിസ്റ്ററുടെ മകനായി ജനിച്ച് 15 വയസ്സ് വരെ വീട്ടിൽ തന്നെ ഹോം ട്യൂട്ടറിംഗ് നടത്തി അതിനുശേഷം ഹാരോയിൽ പഠിക്കാൻ വിട്ട്, ഹാരോയിലൊക്കെ പോകുന്ന സമയത്ത് എൻലൈറ്റൻമെന്റ് റാഷണാലിറ്റിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഒടുവിൽ 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടി യൂറോപ്പ് ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയെ പരിണമിച്ചുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു. ശാസ്ത്രം ആഘോഷിക്കപ്പെടുന്ന കാലമായിരുന്നു. ജെ തോംസൺ അടക്കമുള്ളവർക്ക് നോബൽ സമ്മാനം കിട്ടി. അത് വളരെയധികം ചർച്ചാ വിഷയമാക്കപ്പെടുന്ന കാലമായിരുന്നു. ആ സമയത്താണ് ഹാരോയിൽ പോകുന്നത്. ഹാരോയ്ക്ക് ശേഷം ഈ നെഹ്റുവിൻ തിരഞ്ഞെടുക്കുന്നത് കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ട്രിനിറ്റി എന്ന് പറയുന്ന കോളേജിലാണ്. ഒരുപക്ഷെ ഏറ്റവും മികച്ച എണ്ണം പറഞ്ഞ പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ട്രിനിറ്റി. ആ ട്രിനിറ്റിയിലെ അദ്ദേഹത്തിന്റെ സഹൃദയര്, അവിടെ വെച്ച് പരിചയപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകര്, ഹരോൾഡ് ലാസ്കെ പോലെയുള്ളവര്, ബിയാട്രിക് വെബിനെ പോലുള്ളവരുടെ ലേഖനങ്ങൾ, ഫാബിയൻ സോഷ്യലിസത്തിന്റെ തുടക്കം, ഇതെല്ലാം നെഹ്റുവിലെ രാഷ്ട്രീയ ആശയത്തെയും ശാസ്ത്രീയമായ മനോവൃത്തിയും തമ്മിൽ പരസ്പരം കണ്ണു ചേർത്ത ഘടകങ്ങളാണ്. ഒരു എൻലൈറ്റൻ റാഷണാലിറ്റിയിലേക്ക് നെഹ്റുവിനെ എടുത്തുയർത്തുന്നത് ഈ കാലഘട്ടമാണ്. പിന്നീട് അദ്ദേഹം ഇന്നർ ടെമ്പിളിൽ പോകുന്നു, താല്പര്യമില്ലായിരുന്നിട്ടും ലോ പഠിക്കുന്നു. ഇവിടെ ട്രിനിറ്റി കോളേജിൽ അദ്ദേഹം പഠിച്ച വിഷയം എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ ഈ വളരെ കൗതുകമുള്ള വിഷയമാണ്. നാച്ചുറൽ സയൻസ് ആണ് അദ്ദേഹം എടുക്കുന്നത്. നാച്ചുറൽ സയൻസ് പഠിച്ചതിന് ശേഷമാണ് പിന്നീട് ലോ ചെയ്യാൻ വേണ്ടി ഇന്നർ ടെമ്പിളിൽ പോകുന്നത്. പക്ഷേ ഈ സമയങ്ങളിലൊക്കെയും ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപ്പർ ക്ലാസ് ഈഗോയേക്കാൾ വളരെ എൻലൈറ്റൻഡ് ആയ, വളരെ പൊളൈറ്റ് ആയ, എന്നാൽ അറ്റ് ദ സെയിം ടൈം അക്കോമഡേറ്റീവ് ആയ വ്യത്യസ്ത ഗ്രൂപ്പുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഹരോൾഡ് ലാസ്കെ പോലെ ഗ്രാമർ ഓഫ് പൊളിറ്റിക്സ് എഴുതി ലെഫ്റ്റ് പ്ലൂറലിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഹരോൾഡ് ലാസ്കെയുടെയൊക്കെ ശിക്ഷണം, അവരുമായിട്ടുള്ള പരിചയം, ദൈവവിശ്വാസത്തെ പൂർണ്ണമായും നിരാകരിക്കുകയും എന്നാൽ അതേസമയം തന്നെ മതം എന്നുള്ളത് വ്യക്തിയുടെ ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ ഇടപെടുന്നുണ്ടെന്ന യാഥാർത്ഥ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുകയും ചെയ്തു. അഗ്നോസ്റ്റിക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പൂർണ്ണമായിട്ടും വ്യത്യസ്ത എന്ന നിലയിലേക്ക് നമുക്ക് നെഹ്റുവിനെ കാണാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമാണ്. എന്നാൽ അതേസമയം തന്നെ നേരത്തെ പറഞ്ഞ ബിയാട്രിക് വെബിനെ പോലെ ഫാബിയൻ സോഷ്യലിസത്തിന്റെ പ്രയോക്താക്കളുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റിന്റെ റോള് കൂടുതലാണെന്നും സ്റ്റേറ്റ് ഒരു വെൽഫെയർ ആശയത്തിലേക്ക് പോകേണ്ട കെയ്നീഷ്യൻ സിദ്ധാന്തത്തിന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് നെഹ്റുവിൽ നിറയുന്ന കാലമാണ്. ഇവിടെ നിന്നാണ് നെഹ്റുവിന് ആ സയന്റിഫിക് ടെമ്പറിലേക്ക് എത്തുന്നത്. നമ്മൾ ഗൂഗിൾ തന്നെയുള്ള ഒരു ദൃശ്യമാണിത്, നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും. ഈ എൻലൈറ്റൻമെന്റ് എങ്ങനെയാണ് ജനങ്ങളെ വിശ്വാസത്തിൽ എടുത്തത് എന്നൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിന് ഒരു പ്രസക്തിയുണ്ട്. കാര്യം ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഡിബേറ്റ് നടക്കുന്ന സമയത്ത് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് അഥവാ സാർവത്രിക വോട്ടവകാശം എന്ന രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് അംബേദ്കറും നെഹ്റുവും ഒക്കെ എത്തുന്നുണ്ട്. പക്ഷെ അതിനെ വളരെ കൺസർവേറ്റീവായ ഇന്ത്യൻ ഭരണഘടനയിലെ നിർമ്മാണ സഭയിലെ നിരവധി ആളുകൾ എതിർക്കുന്നുണ്ട്. പക്ഷെ ഇവരെ പൂർണ്ണമായിട്ടും മറികടന്നുകൊണ്ട് ഏകദേശം 40%-ലധികം വരുന്ന 60%-ലധികം വരുന്ന വളരെ നിരക്ഷരായ ജനങ്ങളുടെ കൈകളിലേക്ക് സ്വയം നിർണയാധികാരം നൽകാൻ നെഹ്റുവിനെയും അംബേദ്കറിനെയും ഒക്കെ പ്രേരിപ്പിച്ച ഘടകം എന്തെന്ന് ചോദിച്ചാൽ ഈ ആശയം തന്നെയാണ്. എൻലൈറ്റൻമെന്റ് റാഷണാലിറ്റിയാണ്. JS മില്ലിനെ പോലെയുള്ളവര് ഒരു കാരണവശാലും വിദ്യാഭ്യാസം ഇല്ലാത്തവർ തിരഞ്ഞെടുപ്പിൽ പങ്കാളികളാകരുത് എന്ന് നിർബന്ധം പിടിക്കുമ്പോഴും അതിനു മുൻപ് തന്നെ ഈ സോഷ്യൽ കോൺട്രാക്ട് തിയറിസ്റ്റുമായി ബന്ധപ്പെട്ട് ജോൺ ലോക്കിനെ പോലെയുള്ളവര് ഒക്കെ മനുഷ്യന്റെ അവകാശങ്ങളെ കുറിച്ച് വളരെയധികം സംസാരിക്കുകയും മനുഷ്യന്റെ സ്വഭാവത്തെ കുറിച്ചുള്ള പോസിറ്റീവായ ചിന്തകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത തിയറിറ്റീഷ്യൻസ് ആണ്. മൊണ്ടസ്ക്യൂവിനെ പോലെയുള്ളവര്, ഒപ്പം തന്നെ റൂസോയെ പോലെയുള്ളവര്, മേരി വുൾസൺക്രാഫ്റ്റിനെ പോലെയുള്ള ഫെമിനിസ്റ്റ് ചിന്തകര് ഒക്കെ തന്നെ ഈ എൻലൈറ്റൻമെന്റ് റാഷണാലിറ്റിയുടെ ഭാഗമായി പോപ്പുലർ സോവറിനിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുകയും ജനങ്ങളുടെ റെപ്രസെന്റേഷന് പ്രാധാന്യം കൊടുക്കുകയും ഒക്കെ ചെയ്ത
ആളുകളാണ്. ഇവിടെയാണ് ഈ എൻലൈറ്റൻമെന്റ് റാഷണാലിറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ നെഹ്റുവിൽ കാണുന്നതും സ്വയം നിർണയാധികാരം കൊടുക്കുന്നതും. നിങ്ങൾ ഓർമ്മിക്കേണ്ടത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 1947 ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളും ഈ വോട്ടർ പട്ടികയ്ക്ക് പുറത്താണ്. 1945 ഈ ക്യാബിനറ്റ് മിഷൻ വന്നതിന് ശേഷം ഇന്ത്യയിൽ നടക്കുന്ന അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത് യൂണിവേഴ്സലേ ആയിരുന്നില്ല. പ്രായപൂർത്തി ടാക്സ്ഡ് വോട്ടർ സഫറേജ് ആണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിക്കപ്പെടുന്നത്. അന്ന് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് നൽകാൻ കഴിയാതെ പോയ നെഹ്റുവിന് 1950 ആകുമ്പോഴേക്കും യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിലേക്ക് ഇന്ത്യയിലെ മുഴുവൻ ഈ കൺസർവേറ്റീവ് തിങ്കേഴ്സിനെയും കൊണ്ടുചെന്ന് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് ബിക്കോസ് ഓഫ് ദിസ്. കാരണം ഇവിടെ പ്രവർത്തിച്ച ഏറ്റവും ദൃഢമായ ഫീലിംഗ് എന്ന് പറയുന്നത് ഈ ട്രൂത്തിലേക്ക്, സത്യത്തിലേക്കുള്ള പാതയിൽ ഒരാൾക്കും ഭേദം കൽപ്പിക്കാൻ പാടില്ല എന്നുള്ള തിയറിയാണ് നെഹ്റു സ്വീകരിക്കുന്നത്. ഈ ഒരു തരത്തിലുള്ള in the search for truth, nobody should be disabled in terms of their identity. ഏതെങ്കിലും ഒരാളുടെ സ്വത്വം കൊണ്ട് അയാളെ ഈ ജ്ഞാന അന്വേഷണത്തിൽ നിന്ന്, സത്യാന്വേഷണത്തിൽ നിന്ന് അയാളെ വേർതിരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത് തന്നെ ഒരുതരം രാഷ്ട്രീയത്തിലെ സത്യം തിരയലാണ്. ആ പ്രോസസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഒരാളെയും മാറ്റി നിർത്താൻ കഴിയില്ല. ഈ ആശയം കിട്ടിയത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഏറെ അത്ഭുതപ്പെടുത്തുന്ന, ഒരുപക്ഷെ നമ്മൾ അധികം ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യം, സ്വാതന്ത്ര്യം കിട്ടിയ വർഷങ്ങൾക്ക് ശേഷമാണ് ലോകത്തെ പല പുരോഗമന ലിബറൽ രാജ്യങ്ങളും സ്ത്രീകൾക്ക് വോട്ടവകാശം കൊടുത്തത് എന്നത് ആലോചിക്കണം. 1776 അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫിലാഡൽഫിയ കൺവെൻഷന് ശേഷം 1789 എത്തുന്നത്. പക്ഷേ അമേരിക്കയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടാൻ 1.5 നൂറ്റാണ്ട് കാത്തിരിക്കേണ്ടി വന്നു. 1920 കിട്ടുന്നത്. കാനഡയുടെ കാര്യത്തിൽ 1917 ബ്രിട്ടനിൽ കിട്ടുന്നത് 1918 ഫ്രാൻസിൽ കിട്ടുന്നത് 1947 മറ്റുമാണ്, 1944 മറ്റുമാണ്. എന്തിനേറെ പറയുന്നു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഇന്ത്യ റിപ്പബ്ലിക്കായി, ഇന്ത്യയിലെ സ്ത്രീകൾ വോട്ട് ചെയ്ത് തുടങ്ങുന്നതിനും 4 വർഷം കഴിഞ്ഞാണ് ഗ്രീസിൽ പോലും സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടാകുന്നത്. സ്വിറ്റ്സർലൻഡിൽ 1971 ഈ ഘട്ടത്തിലാണ് ഏറെക്കുറെ ഒരു പൊതുമണ്ഡലവുമായി ഇടപെടാത്ത, പൊതുമണ്ഡലത്തിൽ ഒരു എക്സ്പോഷറും ഇല്ലാത്ത ഭൂരിപക്ഷം വരുന്ന സ്ത്രീ വോട്ടർമാരെ അണിചേർത്ത് ഈ പോളിംഗ് ബൂത്തിന് മുന്നിൽ എത്തിച്ച നെഹ്റുവിന്റെ ആ അസാമാന്യമായ കരുത്ത്. നെഹ്റു മാത്രമല്ല, അതിൽ അംബേദ്കർ ഉണ്ട്, ലിബറൽ തിങ്കേഴ്സ് എല്ലാവരും തന്നെ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിനെ അനുകൂലിച്ചവരാണ്. എന്നാൽ അതിൽ കൺസർവേറ്റീവ് എലമെന്റ്സ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിനെ എതിർത്തവരാണ്. JS മില്ലിന്റെ ആർഗ്യുമെന്റ് ആണ് അവർ മുന്നോട്ട് കൊണ്ടുവന്നത്. വിസ്ഡത്തെ തിരിച്ചറിയാൻ അവർക്ക് കഴിയില്ല എന്നതായിരുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം. വിസ്ഡവും ലിറ്ററസിയും തമ്മിൽ ബന്ധമില്ല എന്നതാണ് വാദിച്ചത്. സിവിലൈസേഷണൽ ഇമ്പാക്ട് ഉണ്ട് ഈ വോട്ടിംഗ് പ്രൊസീജിയറിൽ എന്നാണ് നെഹ്റു മനസ്സിലാക്കിയത്. ദാറ്റ് ഈസ് ടോട്ടലി ഡിഫറെന്റ് ഫ്രം ദ റിലീജിയസ് കൾച്ചറൽ സിവിലൈസേഷൻ. അങ്ങനെയാണ് നെഹ്റു ഈ ആശയത്തിലേക്ക് എത്തുന്നത്. ഇതിനെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് ജെൻഡർ ഈക്വാലിറ്റിയുടെ, ഈ ഐക്യത്തിന്റെ, ഒരുമയുടെ, ഹ്യൂമാനിറ്റിയുടെ ഒക്കെ കാഴ്ചപ്പാട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ഈ എൻലൈറ്റൻമെന്റ് പീരീഡിലെ, പ്രത്യേകിച്ച് ഈ ട്രിനിറ്റിയിലെ അദ്ദേഹത്തിന്റെ ജീവിതകാലമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ദെൻ ഇന്ത്യൻ ഭരണഘടന ഈ രീതിയിൽ ആവിഷ്കരിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചതും ഒരു പരിധിവരെ നെഹ്റുവാണെന്ന് പറയണം. എന്നാൽ പൂർണ്ണമായി നെഹ്റു അല്ല. അതിൽ അംബേദ്കറിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതിൽ നിരവധി സ്ട്രീമുകളുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ എന്ന് പറയുന്നത് തന്നെ 5 വ്യത്യസ്ത തലങ്ങളിലുള്ള രാഷ്ട്രീയ ആശയത്തിലുള്ളവർ മിനിമം പ്രതിനിധീകരിച്ച ഒരു സംവാദ ഭൂമികയായിരുന്നു. അവിടെ ആശയ അടിത്തറ, മീൻസ് ഒരു ഐഡിയലിസ്റ്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന, ആശയവാദി എന്ന് വിശേഷിപ്പിക്കാവുന്ന, ഒരു ക്വാസി കമ്മ്യൂണിറ്റേറിയൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗാന്ധി പോലെയുള്ളവര്, അതേപോലെ ഇടതുപക്ഷ ആശയങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന KT ഷായെ പോലെയുള്ളവര്, ലിബറൽ ഡെമോക്രാറ്റിക് എന്ന് പൂർണ്ണമായും നമുക്ക് വിളിക്കാൻ കഴിയുന്ന ഡോക്ടർ BR അംബേദ്കറിനെ പോലെയുള്ളവര്, സോഷ്യൽ ഡെമോക്രസിയുടെ ആശയ പരിസരത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുന്ന നെഹ്റുവിനെ പോലെയുള്ളവര്, അതേസമയം ഗാന്ധിയൻ ആശയങ്ങൾ പറ്റി നിൽക്കുന്ന മുൻഷിയെ പോലുള്ളവര്, ഹിന്ദുത്വ ആശയങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ടുള്ള പുരുഷോത്തം ദാസ് ടണ്ടൻ, ഒരു പരിധിവരെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, മുൻഷി തുടങ്ങിയ ആളുകൾ, ഇവരെല്ലാം വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആശയ സംവാദങ്ങളിൽ പങ്കെടുക്കുന്നത്. ഇങ്ങനെ പരസ്പരം എതിർത്തും വിയോജിച്ചും നടത്തിയ സംവാദങ്ങളുടെ ആത്യന്തിക ഫലമായിട്ടാണ് ഇന്ത്യൻ ഭരണഘടന ഈ രീതിയിൽ എത്തുന്നത്. ഇവിടെ നെഹ്റുവിന്റെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്ന ലക്ഷ്യപ്രമേയമാണ് ഒരുപക്ഷെ പിന്നീട് നമ്മൾ പ്രിയാമ്പിളായി മാറുന്നതായിട്ട് കാണുന്നത്. അതിലെ പൂർണ്ണമായും എല്ലാ ഘടകങ്ങളും എടുത്തിട്ടല്ല ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കുന്നതെങ്കിലും ഏറെക്കുറെ അതിലെ ചില ആശയങ്ങളാണ് പിന്നീട് പ്രിയാമ്പിളിലേക്ക് വഴിമാറുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അത് നന്നായി വെക്റ്റ് ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത്. ഇങ്ങനെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലേക്ക് എത്തുമ്പോൾ ഈ ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഒരു എലമെന്റിലാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന തന്നെ അടിയുറച്ചു നിൽക്കുന്നത്. വ്യക്തിയുടെ അന്തസ്സ്, നിങ്ങൾക്കത് വായിക്കുമ്പോൾ മനസ്സിലാവും. ഇന്ന് പക്ഷേ നിങ്ങളിൽ ഭൂരിപക്ഷം ആളുകളും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഒരൊറ്റ വാചകമാണ്. ആ വാചകത്തിലെ
ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ത് എന്ന് ചോദിച്ചാൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എന്നുള്ളതാണ്. ഈ സാഹോദര്യം, ഫെർട്ടേണിറ്റി എന്ന് പറയുന്ന എലമെന്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, അതിനോടൊപ്പം ഡിഗ്നിറ്റിയെ നാഷണൽ യൂണിറ്റിക്ക് മുമ്പിൽ പ്ലേസ് ചെയ്യുക. ഇത് അംബേദ്കറിന്റെയും നെഹ്റുവിന്റെയും പ്രോജക്റ്റ് ആയിരുന്നു യഥാർത്ഥത്തിൽ. ഇതിനെ ഒരുപാട് പേര് സഭയിൽ എതിർക്കുന്നുണ്ട്. ഈ ഇൻഡിവിജ്വൽ ഡിഗ്നിറ്റി ഷുഡ് കം ബിഫോർ നാഷണൽ യൂണിറ്റി എന്നുള്ളത് അംബേദ്കറിന്റെയും നെഹ്റുവിന്റെയും ആശയമായിരുന്നു. ഇത് പക്ഷേ പട്ടാഭി സീതാരാമയെ പോലെയുള്ളവർ എതിർക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട് രാജ്യത്തിന്റെ ഐക്യമാണ് വ്യക്തിയുടെ അന്തസ്സിനേക്കാൾ ഏറ്റവും പ്രധാനം. സോ യു ഹാവ് ടു പ്ലേസ് നാഷണൽ യൂണിറ്റി ബിഫോർ ഇൻഡിവിജ്വൽ ഡിഗ്നിറ്റി. പക്ഷേ അതില് അംബേദ്കറും നെഹ്റുവും പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, വ്യക്തിയുടെ അന്തസ്സിലൂടെ അല്ലാതെ നിങ്ങൾക്കൊരു രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയും ഉറപ്പുവരുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ കാണുന്നതും അതാണ്. ഈ രാജ്യത്തെ എങ്ങോട്ട് നയിച്ചിരിക്കുന്നു ആധുനിക കാലത്തെ രാഷ്ട്രീയ പരിസരം എന്നുള്ളത് കാണുമ്പോൾ വ്യക്തിയുടെ അന്തസ്സ് എന്നുള്ളത് ഒഴിവാക്കപ്പെടുകയും സ്ഥാപനങ്ങളും വ്യക്തികളും ഈ പറയുന്ന വർഗീയമായിട്ടുള്ള ആശയങ്ങളും പ്രാമുഖ്യം നേടുകയും ചെയ്യുന്നു. നാഷണൽ യൂണിറ്റി എന്നുള്ളത് കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്ന ഒന്നായി മാറുന്നു. ഇന്റഗ്രിറ്റി ആൻഡ് യൂണിറ്റി ബിക്കം ആർട്ടിഫിഷ്യൽ, അത് ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് ആയിട്ട് മാറുന്നു. പക്ഷെ ഇവിടെ ആർട്ടിഫിഷ്യൽ സിന്തസിസ് അല്ല, ഇത് തമ്മിലുള്ള കോസ് ആൻഡ് റിലേഷൻഷിപ്പ്, കോഷ്യൽ റിലേഷൻഷിപ്പ് യഥാർത്ഥം നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന് ഒരു സയന്റിഫിക് പെർസ്പെക്റ്റീവ്. ഇതിനൊരു ശാസ്ത്രീയമായ പഠനം ആവശ്യമുണ്ട്, സമൂഹത്തെക്കുറിച്ചുള്ള ധാരണ ആവശ്യമുണ്ട്, എങ്ങനെയാണ് സോഷ്യൽ ഫിസിക്സ് വർക്ക് ചെയ്യുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് നെഹ്റു ആവർത്തിച്ചു പറയുന്നത്. അതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം. ഈ ഒരു കഥ നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും വലിയ ചൂല് വന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഈ നമ്മുടെയൊക്കെ പാലക്കാടാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഒക്കെ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ വരുന്നവരും ഈ നീളമുള്ള ബ്രൂമുമായിട്ടാണ് എത്തുന്നത്, സ്റ്റാൻഡിങ് ബ്രൂമുമായിട്ട്. ഇതിന്റെ കാരണം നെഹ്റുവാണ്. നെഹ്റു 1960 നെഹ്റു അധികാരത്തിൽ വന്നതിന് ശേഷം റെഗുലറായി ഒരു സമയത്ത് പോലും അസുഖം ബാധിതനായി കിടക്കുന്ന സമയത്ത് ഒഴിച്ച് മുടക്കാത്തൊരു കാര്യമുണ്ട്. എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും നേരിട്ട് കത്തുകൾ എഴുതും. ഏതെങ്കിലും തരത്തിൽ അവരെ ഒഴിവാക്കാനോ ഏതെങ്കിലും തരത്തിൽ അവരെ പുതിയ ഡയറക്ഷൻസ് അടിച്ചേൽപ്പിക്കാനോ ഫെഡറലിസത്തിന് മങ്ങലേൽപ്പിക്കാനോ ഒന്നുമല്ല. പക്ഷേ ഓരോരോ വിഷയങ്ങളിൽ അവരുടെ ശ്രദ്ധ പതിയേണ്ട ഇടങ്ങൾ എന്താണ് എന്നത്, അതിൽ മൈനോറിറ്റി പ്രൊട്ടക്ഷനെ കുറിച്ച് പറയുന്ന ഇടങ്ങളുണ്ട്, അതിൽ ഈ മാർജിനലൈസ്ഡ് സെക്ഷന്റെ അപ്ലിഫ്റ്റ്മെന്റിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഉണ്ട്, ലാംഗ്വേജിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളുണ്ട്. നിരവധി കത്തുകളാണ്. ആ കത്തുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ആർക്കൈവ്സിൽ വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി മുഖ്യമന്ത്രിക്ക് അയച്ച കത്തുകൾ, നമ്മൾ പ്രധാനമന്ത്രി അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് 1929. അത് പിന്നീട് കൂടുതൽ ആദ്യത്തെ 30 നമ്മൾ വായിച്ചു. പിന്നീട് 196 ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ വന്നിട്ടുണ്ട്. ഈ ബ്രൂം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നൊരു വാചകം ഇതാണ്: ഈ അന്നത്തെ മുനിസിപ്പാലിറ്റിയിലെയും കോർപ്പറേഷനുകളിലെയും ഒക്കെ തൊഴിലാളികൾ, ശുചീകരണ തൊഴിലാളികൾ കുനിഞ്ഞു നിന്നുകൊണ്ട് ചൂലെടുത്ത്, ചെറിയ ചൂല് ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകളെ കുറിച്ച് നെഹ്റു ഈ മുഖ്യമന്ത്രിമാരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നെഹ്റു റെക്കമെൻഡ്സ് ദീസ് ചീഫ് മിനിസ്റ്റേഴ്സ് ടു ടെൽ ദീസ് മുനിസിപ്പൽ കോർപ്പറേഷൻ പീപ്പിൾ ടു എൻഷുർ സ്റ്റാൻഡിംഗ് ബ്രൂം. അവർക്ക് സ്റ്റാൻഡിംഗ് ബ്രൂം കൊടുക്കണം. ഇതൊരു ചെറിയ കാര്യമായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ നെഹ്റു 1960 ജൂൺ 12 എഴുതിയ കത്തിൽ ഇങ്ങനെയാ പറയുന്നത്: bending down in this way to sweep is physically more tiring and I suppose encourages a certain subservience in mind. മനസ്സിൽ ഒരുതരം അടിമത്തത്തിന്റെ ഒരു വിധേയത്വത്തിന്റെ ഭാവം ഇരുന്ന് കുനിഞ്ഞു തൂക്കുന്നയാൾക്ക് ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. ഈ ബോഡി പൊളിറ്റിക്സിനെ കുറിച്ചും ബയോ പൊളിറ്റിക്സിനെ കുറിച്ചും ഫൂക്കോ എഴുതാത്ത കാലത്താണ് ഈ മുഖ്യമന്ത്രിമാരോട് പ്രധാനമന്ത്രി ഇങ്ങനെ പറയുന്നത് എന്നാണ്. ഒരു ചൂലിൽ ഒരു രാജ്യത്തിന്റെ ഒരു വ്യക്തിയുടെ അന്തസ്സിനെ ഉയർത്തിപ്പിടിച്ച മനുഷ്യനാണ് യഥാർത്ഥത്തിൽ നമുക്ക് നെഹ്റു എന്ന് പറയാൻ കഴിയും. ഇത് ഏതെങ്കിലും തരത്തിൽ നെഹ്റുവിന്റെ വ്യക്തിപരമായ ഒരു കഴിവായിട്ടല്ല, നെഹ്റുവിന്റെ ഉള്ളിൽ പ്രവർത്തിച്ച സയന്റിഫിക് റാഷണാലിറ്റിയിൽ നിന്നാണ് ഇൻഡിവിജ്വൽ ഡിഗ്നിറ്റിയെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നത്. റെനേസൻസ് തിയറി തന്നെ ഉണ്ടാവുന്നത് ഇൻഡിവിജ്വൽ ഡിഗ്നിറ്റിയെ അക്സെപ്റ്റ് ചെയ്യാൻ വിസമ്മതിച്ചിരുന്ന ഭരണകൂടത്തിന് എക്ലീസിയാസ്റ്റിക്കൽ മതപരമായ ശക്തികൾക്ക് നേരെയുള്ള കുതറിമാറലായിരുന്നല്ലോ. അവിടെ നിന്നാണല്ലോ ശാസ്ത്രത്തിലേക്ക് വഴിതെളിയുന്നത്. നിങ്ങളുടെ ഡിഗ്നിറ്റി എൻഷുർ ചെയ്യപ്പെട്ടാലേ ശാസ്ത്രത്തിന് വളരാൻ പറ്റും. സോ ദീസ് ടു തിങ്സ് ആർ ഇന്റർറിലേറ്റഡ്. Dignity and scientific temperament are interrelated because dignity is the minimum condition to ensure you think creatively in scientific logic. ശാസ്ത്രീയമായി ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത് എപ്പോഴും നിങ്ങളുടെ ഡിഗ്നിറ്റി ഉറപ്പാക്കപ്പെടുന്ന ഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് ഗലീലിയോ തിരുത്തിയിട്ടും ഗലീലിയോ ഡിഗ്നിറ്റിയും ഈഗോയും did not prevent him to tell this, വീണ്ടും ഇത് ചുറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ പ്രേരിപ്പിക്കുന്നത്. കോപ്പർനിക്കസിനും ഇതേ തടസ്സമായിരുന്നുണ്ടായിരുന്നത്. ആ ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന തരത്തിലേക്ക് പനിഷ്മെന്റ് വരുമ്പോഴാണ് കോപ്പർനിക്കസിന് തന്റെ സിദ്ധാന്തം തിരുത്തി പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. സോ പലയിടങ്ങളിലും നമ്മൾ ഇത് കാണുന്നത് കൊണ്ടാണ്. സോ ഇൻഡിവിജ്വൽ ഡിഗ്നിറ്റിയുടെ ആശയത്തെ നെഹ്റു വികസിപ്പിക്കുന്നത് ഒരു സയന്റിഫിക് റാഷണാലിറ്റിയുടെ എക്സ്പ്ലനേഷനിലാണ്. അതുകൊണ്ടാണ് നെഹ്റുവിന് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്.
ഒരു ചൂല് നിങ്ങളുടെ വിധേയത്വത്തിന്റെ ചിഹ്നമായി മാറുന്നത് എങ്ങനെ എന്നാണ് നെഹ്റു നമ്മളോട് പറയുന്നത്. ഈ ആശയങ്ങളൊക്കെ നെഹ്റുവിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കിട്ടിയത് ട്രിനിറ്റിയിലെ അദ്ദേഹത്തിന്റെ സത്യർദ്ധരിൽ നിന്നാണ്. ജെ തോംസൺ 1886 മുതൽ 1918 ഈ കേംബ്രിഡ്ജിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടുന്ന ഒരു സമയമുണ്ട്. അദ്ദേഹം ആർതർ സ്റ്റാൻലി എഡിങ്ടൺ എന്ന് പറയുന്ന എഡിങ്ടൺ യൂണിവേഴ്സിറ്റിയെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയ ആൾ ഇദ്ദേഹത്തിന്റെ നാച്ചുറൽ സയൻസ് പഠിക്കുന്ന സമയത്ത് ട്രിനിറ്റി കോളേജിൽ തന്നെ പഠിച്ചയാളാണ്. ജെയിംസ് ജീൻസ് ഇംഗ്ലീഷ് ഫിസിസിസ്റ്റും ആസ്ട്രോണമറും മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. ജെയിംസ് ജീൻസും ഈ സത്യർത്ഥനാണ്. ഇവരൊക്കെ ആയിട്ടുള്ള കമ്പനിയാണ് ഇദ്ദേഹത്തെ ഈ സയൻസിനോടുള്ള സയന്റിഫിക് ടെമ്പറിനോടുള്ള ഇവരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തത് സോഷ്യൽ റിലേഷൻഷിപ്പിൽ സയന്റിസ്റ്റുകൾ ഇടപെടുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നാച്ചുറലി വെൻ ഹി കെയിം ടു ഇന്ത്യയിൽ എത്തുന്നത് 1920 അദ്ദേഹം പൂർണ്ണമായിട്ടും ഗാന്ധിയുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ, അതിനുശേഷം ഉത്തർപ്രദേശിൽ ഒരു കർഷക സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇങ്ങനെ 2 ഘട്ടങ്ങളിലാണ് നെഹ്റു ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. അറൌണ്ട് 30 വയസ്സായി അപ്പോഴേക്കും നെഹ്റുവിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും. ഇന്നർ ടെമ്പിളിൽ പഠിച്ച് അലഹാബാദ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്ത് ഒരു ജോലിയും ഇല്ലാതെ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന സമയത്താണ് നെഹ്റു ഗാന്ധിയെ കാണുന്നതും ആകൃഷ്ടനായി ഒടുവിൽ നെഹ്റു ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. ഈ ഘട്ടത്തിലെല്ലാം നെഹ്റു കൈവിടാതെ സൂക്ഷിച്ച ഒരു കാര്യം ദ കമ്പനി ഓഫ് ദ സയന്റിസ്റ്റ്, ദ കമ്പനി ഓഫ് ദ പീപ്പിൾ. അത് അധികാരത്തിൽ വരുമ്പോഴും നെഹ്റു സൂക്ഷിച്ചു എന്നുള്ളതാണ്. ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ ശാസ്ത്രോപദേഷ്ടാവായിട്ട് പ്രത്യേകിച്ച് ഡിഫൻസ് മേഖലയിലെ ഓപ്പറേഷണൽ റിസർച്ച് ഹെഡ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ക്ഷണിച്ചത് പാട്രിക് ബ്ലാക്കറ്റ് എന്ന് പറയുന്ന ഒരുപക്ഷെ 2ാം ലോക മഹായുദ്ധകാലത്ത് ഏറ്റവും കൂടുതൽ യൂറോപ്പിൽ നിറഞ്ഞു നിന്നൊരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ഒക്കെ ക്ഷണിച്ചു. പക്ഷെ അദ്ദേഹം നേരിട്ട് വന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സയന്റിഫിക് അഡ്വൈസ് കിട്ടിയിരുന്നു നെഹ്റുവിന്. അത് സി വി രാമന്റെ ആണെങ്കിലും ഹോമി ജെ ഭാഭയുടെ ആണെങ്കിലും വിക്രം സാരാഭായിയുടെ ആണെങ്കിലും the close association with these scientific personalities brought a kind of friendship with the science. നെഹ്റുവിന് ശാസ്ത്രവുമായിട്ടുള്ള സൗഹൃദം ഉണ്ടാവുന്നതാണ്. സോ നിങ്ങൾ ആരുടെ കമ്പനിയിലാണ്? നിങ്ങൾ സന്യാസിമാരുടെ കമ്പനിയിലാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുക? സന്യാസിമാരുടെ കമ്പനിയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാഴ്ചപ്പാട് തികച്ചും വ്യത്യസ്തമായിരിക്കും. അതല്ല നിങ്ങൾ ശാസ്ത്രജ്ഞന്മാരുടെ കമ്പനിയിലാണ് നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാട് തികച്ചും എന്ന് കരുതി ശാസ്ത്രജ്ഞന്മാരുടെ കമ്പനികളുടെ മുഴുവൻ ആളുകൾക്കും സയന്റിഫിക് ടെമ്പർ വരണമെന്നില്ല എന്നുള്ളത് നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ കാണുന്നുണ്ട്. എത്രമാത്രം ശാസ്ത്രീയ ഗവേഷണങ്ങൾ നടത്തിയിട്ടും സയന്റിഫിക് ടെമ്പർ ഡെവലപ്പ് ചെയ്യാത്തൊരു സൊസൈറ്റി നമുക്കുണ്ട്. സോ 1937 ഡിസംബർ മാസം 26-ാം തീയതി ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടക്കുമ്പോൾ ആ ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ട് ആദ്യമായിട്ടൊരു നോൺ സയന്റിസ്റ്റ് വരികയാണ്. ശാസ്ത്രജ്ഞനല്ലാത്ത ഒരു ആദ്യത്തെ ആൾ എത്തുന്നത്. അന്ന് അപ്പോഴേക്ക് ഒരു 3 ഇന്റർനാഷണൽ കോൺഗ്രസിൽ നെഹ്റു പ്രസിഡന്റായി കഴിഞ്ഞു. 1937 ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടക്കുമ്പോൾ ആദ്യത്തെ നോൺ സയന്റിസ്റ്റ് ആയ പ്രസിഡന്റ് ആയിട്ട് നെഹ്റു വരികയാണ്. ആ സ്ഥലത്ത് വെച്ചാണ് നെഹ്റു ഈ വളരെ ശ്രദ്ധേയമായ ഒരു പ്രഭാഷണം നടത്തുന്നത്. ആ പ്രഭാഷണം പിന്നീട് നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവാനാണ് സാധ്യത. ഇറ്റ് ഈസ് സയൻസ് എലോൺ ദാറ്റ് ക്യാൻ സോൾവ് ദ പ്രോബ്ലംസ് ഓഫ് ഹങ്കർ. പട്ടിണിയുടെ പ്രശ്നങ്ങൾ മാറ്റാൻ കഴിയുന്നത് ശാസ്ത്രത്തിന് മാത്രമാണ്. ആൻഡ് പോവർട്ടി ഓഫ് ഇൻസാനിറ്റേഷൻ, വൃത്തിയില്ലായ്മയുടെ ശുചിത്വരാഹിത്യത്തിന്റെ പ്രശ്നം ഒഴിവാക്കാൻ കഴിയുന്നത്, ഇല്ലിറ്ററസി നിരക്ഷരത ഒഴിവാക്കാൻ കഴിയുന്നത് ശാസ്ത്രത്തിനാണ്. സൂപ്പർസ്റ്റിഷൻ അന്ധവിശ്വാസങ്ങൾ ഒഴിക്കാൻ കഴിയുന്നത് ശാസ്ത്രത്തിന് മാത്രമാണ്. ആൻഡ് റീഡിങ് കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻ, ഇങ്ങനെ പഴകിക്കൊണ്ടിരിക്കുന്ന ആചാരങ്ങളെയും മാറ്റാൻ കഴിയുന്നത് ശാസ്ത്രത്തിന് മാത്രമാണ്. ഓഫ് വാസ്റ്റ് റിസോഴ്സസ് റണ്ണിങ് ടു വേസ്റ്റ്, ഇന്ത്യയിലെ ഒരു വളരെ സമ്പന്നമായ രാജ്യം, ഓഫ് സ്റ്റാർവിംഗ് പീപ്പിൾ, പട്ടിണി കൊണ്ട് നിറഞ്ഞ മനുഷ്യർ കൊണ്ട് സമ്പന്നമായ ഒരു രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരേ ഒരു കാര്യത്തിന് മാത്രമേ കഴിയൂ എന്ന് വളരെ അസന്ദിഗ്ധമായ 1937 പറയുന്നു. സ്വാതന്ത്ര്യം കിട്ടുന്നതിനും 10 വർഷങ്ങൾക്ക് മുമ്പ്, പ്രധാനമന്ത്രിയാകുന്നതിനും 10 വർഷങ്ങൾക്ക് മുമ്പ് നെഹ്റു നടത്തിയ ഈ ഇന്ത്യൻ സയൻസ് കോൺഗ്രസിലെ പ്രസംഗമാണ് യഥാർത്ഥത്തിൽ എന്താണ് സയന്റിഫിക് ടെമ്പറിന് ജനാധിപത്യത്തിൽ ചെയ്യാനുള്ളത്, സയൻസിന് ജനാധിപത്യത്തിൽ ചെയ്യാനുള്ളത്, സയൻസിനെ രാഷ്ട്രീയത്തിൽ ചെയ്യാനുള്ളത് എന്താണ്. അത് കേവലം ഡാമുകൾ പണിത് വികസിപ്പിക്കുക എന്നതല്ല, കേവലം ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ കൊണ്ടുവന്ന് പരിസ്ഥിതി നശിപ്പിച്ച് വികസിപ്പിക്കുക എന്നതല്ല, കേവലം കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത്, സമ്പത്ത് ഏതാനും വ്യക്തികളുടെ കൈകളിലേക്ക് കുമിഞ്ഞുകൂടുന്ന രീതിയിലേക്ക് ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന ജൈജാന്റിക് ഫാക്ടറികൾ കൊണ്ടുവന്ന് വികസിപ്പിക്കുക എന്നതല്ല. പകരം പട്ടിണി മാറ്റാൻ കഴിയുന്ന, നിരക്ഷരത മാറ്റാൻ കഴിയുന്ന, ശുചിത്വമില്ലായ്മ മാറ്റാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ശാസ്ത്രമാണെന്ന് പറയുന്നു. ഇതിൽ വളരെ തമാശ അല്ലെങ്കിൽ പോലും ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞു പോകുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കല് നെഹ്റു ഡെറാഡൂണിലേക്ക് പോകുന്ന സമയത്ത് ഈ റൂർക്കി വഴി പോകുമ്പോൾ അവിടെയുള്ള സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന CSIR-ന്റെ ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ നെഹ്റു ഒരു ബാനർ കാണുന്നു, ഒരു ഇന്റർനാഷണൽ സയൻസ് കോൺഗ്രസ് അവിടെ നടക്കുകയാണ്.
Then Nehru ആ യാത്ര അവിടെ അവസാനിപ്പിച്ചിട്ട് Nehru went to this CBCAR and interacted with the scientist and spent some time in sessions. So ഇത്തരം കോൺഫറൻസുകളിൽ കണ്ട് ഇവിടെ ഏതെങ്കിലും തരത്തിൽ ക്യാമറയ്ക്ക് പോസ് ചെയ്യാനോ ഏതെങ്കിലും തരത്തിൽ ഞാൻ ഇവരുടെ ജ്ഞാനസമിതിയുടെ ഭാഗമാകുന്നു എന്ന് പറയാനല്ല. So that was basic the spirit he endured. എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന, വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്ന അനക്ഡോട്ട് പറഞ്ഞാൽ, നിങ്ങൾ സമ്മർദ്ദമില്ലാത്ത വേളയിൽ ചെയ്യുന്ന, നിങ്ങൾക്ക് ആനന്ദം തരുന്ന ഒരു കാര്യമായിരിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റി തീരുമാനിക്കുന്നത്. ഇൻ ദാറ്റ് സെൻസ് ഡെറാഡൂണിലേക്ക് പോകുന്ന മനുഷ്യൻ റൂർക്കിയിൽ ഇറങ്ങി ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നത് നാളെ പത്രത്തിലെ നാലോളം വാർത്ത നോക്കി തരും. ബിക്കോസ് ഹി വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് ടു ബി ഇൻ സയന്റിഫിക് കമ്മ്യൂണിറ്റി, ടു ബി വിത്ത് ദി സയൻസ് എന്നുള്ളത് നെഹ്റുവിനെ സംബന്ധിച്ച് പേഴ്സണാലിറ്റിയുടെ ഭാഗമായിരുന്നു ഇൻ ദാറ്റ് സെൻസ്. അതുകൊണ്ടാണ് അദ്ദേഹം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആദ്യം ചെയ്ത കാര്യങ്ങളിലൊന്ന് 1949 അദ്ദേഹം മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലേക്ക് ഒരു യാത്ര നടത്തുന്നത്. അന്ന് അവിടുത്തെ പ്രസിഡന്റ് ജെയിംസുമായിട്ട് അദ്ദേഹം ഇത് നിൽക്കുന്ന ചിത്രമാണ്. ഇന്ത്യ ഹാസ്, അന്ന് അദ്ദേഹം അവിടെ നടത്തിയൊരു പ്രസംഗത്തിൽ പറയുന്ന ഒരു വാചകമാണ്, ഇന്ത്യ ഹാസ് ടു മെനി ലോയേഴ്സ് ആൻഡ് ടു ഫ്യൂ എഞ്ചിനീയേഴ്സ്. ഇന്ത്യക്ക് വക്കീലന്മാരും നിരവധി ആൾക്കാരുണ്ട്. അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ തന്നെ അഡ്വക്കേറ്റ് ആണെന്ന് വിളിക്കണം. അദ്ദേഹത്തിന്റെ അച്ഛൻ അലഹാബാദിലെ ഏറ്റവും സമ്പന്നനായ, ഏറ്റവും റിച്ചായ, ഏറ്റവും തിരക്കുള്ള ബാരിസ്റ്ററുമാണ്. ഇന്ത്യ ഹാസ് ടു മെനി ലോയേഴ്സ് ആൻഡ് ടു ഫ്യൂ എഞ്ചിനീയേഴ്സ്. അതുകൊണ്ട് ഇന്ത്യ ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എഞ്ചിനീയർമാരെ സൃഷ്ടിക്കലാണ്. മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിൽ ഇറങ്ങുന്ന നെഹ്റു ആദ്യം ചെയ്തത് മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ മാതൃകയിൽ ഇന്ത്യയിൽ സ്ഥാപനം തുടങ്ങാനുള്ള കമ്മിറ്റി തീരുമാനിക്കുന്നു. ആ കമ്മിറ്റിയുടെ പ്രവർത്തനം, നേരത്തെ ഉണ്ടായിരുന്ന ആ കമ്മിറ്റിയെ കൂടുതൽ ശക്തമാക്കി 1951 IIT ഖരഗ്പൂർ ഉണ്ടാക്കുന്നു. IIT ഖരഗ്പൂർ വരുന്നത് 1951 അതിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇടുന്നു. 1956 നെഹ്റു അവിടുത്തെ IIT ഖരഗ്പൂരിലെ ആദ്യത്തെ കോൺവക്കേഷൻ നടത്തിക്കൊണ്ടൊരു പ്രസംഗം നടത്തുന്നുണ്ട് IIT ഖരഗ്പൂർ. അതൊരു ഹിൽജി ഡിറ്റൻഷൻ ക്യാമ്പാണ് പിന്നീട് ഖരഗ്പൂറായി മാറുന്നത്. അതായത് സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് നിരവധി ഇന്ത്യൻ പട്ടാളക്കാരെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളെയും കൊണ്ടിട്ട് പീഡിപ്പിച്ച തടവ് കേന്ദ്രമായിരുന്നു ഈ ഹിൽജി ഡിറ്റൻഷൻ ക്യാമ്പ്. ആ ഹിൽജി ഡിറ്റൻഷൻ ക്യാമ്പിലാണ് IIT ഖരഗ്പൂർ എന്ന പിൽക്കാലത്തെ IIT-കളുടെ എല്ലാം ആദ്യത്തെ സംഘടന, ആദ്യത്തെ സ്ഥാപനം ഉണ്ടാകുന്നത്. തുടർന്ന് IIT-ക്ക് വേണ്ടിയിട്ട് നിയമം പാസ്സാക്കുന്ന 1955, 1956 ധാരാളം IIT-കൾ, 5 IIT-കൾ നെഹ്റു സ്ഥാപിക്കുകയും ചെയ്തു. Here in the place of that Hilji detention camp, Hilji detention campന്റെ ഈ സ്ഥലത്ത് stands the fine monument of India. ഇന്ത്യയുടെ ഒരു സ്മാരകം നിൽക്കുന്നു, representing India's urges, India's future in the making. ഇന്ത്യയുടെ ഭാവി കാലത്തേക്കുള്ള ഒരു വാഗ്ദാനം എന്ന നിലയിൽ പ്രതിനിധീകരിച്ചുകൊണ്ട്, ഇന്ത്യയുടെ ആവശ്യങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു മോണമെന്റ് നിൽക്കുന്നു. എവിടെയാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും ക്രൂരമായ പീഡനം അനുഭവിച്ച ഒരു ഡിറ്റൻഷൻ സെന്ററായ ഹിൽജി ഡിറ്റൻഷൻ ക്യാമ്പ്. This picture seems to be symbolical of the changes that are coming to India. ഒരു കാലത്ത് തടവ് കേന്ദ്രമായിരുന്നത് ഇന്ന് ഇന്ത്യയുടെ വിമോചനത്തിന്റെ കേന്ദ്രമാകുന്നു എന്നാണ് നെഹ്റു പറഞ്ഞതിന്റെ അർത്ഥം. സോ IIT ഖരഗ്പൂർ itself, ഈ പ്രസംഗത്തിൽ നിന്ന് തന്നെ the kind of vision he had in translating science to development and emancipate a country. രാജ്യത്തെ മോചിപ്പിക്കാൻ, ലിബറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ശാസ്ത്രം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിന് തെളിവാണ്. സോ അവിടെയാണ് നമുക്ക് നമ്മുടെ വർത്തമാന കാലത്തിന്റെ രാഷ്ട്രീയത്തെ നമ്മൾ പരിശീലിക്കേണ്ടത്. നിങ്ങൾ ശിലാന്യാസത്തിന് പോകണോ, നിങ്ങൾ IIT-യുടെ സ്ഥാപനത്തിന് പോയി പ്രസംഗിക്കണോ എന്നുള്ളതാണ്. ലിബറേറ്റഡ് എന്ന വാക്ക് രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. ഗാന്ധി ലിബറേറ്റഡ് എന്ന വാക്ക് പറഞ്ഞത് നിങ്ങളുടെ പട്ടിണിയിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, നിരക്ഷരതയിൽ നിന്ന്, ഒരു രാജ്യത്തിന്റെ ഡീക്കിങ് ആയ അല്ലെങ്കിൽ രാജ്യത്തിന്റെ വികസനമില്ലായ്മയിൽ നിന്ന്, രാജ്യത്തിന്റെ നിവൃത്തികേടിൽ നിന്നുള്ള രക്ഷപ്പെടലാണ്. പക്ഷേ ലിബറേറ്റഡ് എന്ന് മോദി പറഞ്ഞത് നിങ്ങൾക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ നിന്നുള്ള ലിബറേഷനാണ്. സ്വാതന്ത്ര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു നൂറ്റാണ്ട് പിന്നിലേക്ക് മടങ്ങാം എന്നാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ 1/2 നൂറ്റാണ്ട് കാലം ഒരു മഹാമാരിയിലെ ഒരു വർഷം നമ്മളെ നയിച്ചു. അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ്. അതൊക്കെ അടുത്ത ഒരു 2 വർഷത്തെ നമ്മളുടെ ഉൽപാദനം കൂട്ടിയാൽ നമുക്ക് 1/2 നൂറ്റാണ്ട് മുന്നോട്ട് പോവാം. പക്ഷേ 10 നൂറ്റാണ്ട് പിന്നിലേക്ക് അടിക്കുന്ന ആശയങ്ങളാണ് നമുക്ക് പ്രശ്നം. അതൊരു വർഷമല്ല, 2 ദിവസം കൊണ്ട് ഇവർ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഹലാലിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഈ സമയത്ത് മറ്റു രാജ്യങ്ങൾ സംസാരിക്കുന്നത് പുതിയ 4ാമത്തെ വാക്സിനെ കുറിച്ചുള്ള വികസനവും കോവിഡിന്റെ 4ാമത്തെ തരംഗത്തെ എങ്ങനെ പ്രതിരോധിക്കുന്നതിനെ കുറിച്ച് രാജ്യങ്ങൾ ആലോചിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് ഒരു ഡിപ്രഷനിൽ നിന്ന് മാർക്കറ്റിനെ റിവൈവ് ചെയ്യാനുള്ള മെക്കാനിസത്തെ കുറിച്ച് ആലോചിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പുതിയ അഡാപ്റ്റേഷനെ കുറിച്ച് ആലോചിക്കുകയാണ്. ബട്ട് ഹിയർ യു തിങ്ക് അബൌട്ട് ദ ഹലാൽ. ഇതാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിക്കണം. 1772 മുതൽ 76 വരെയാണെന്ന് തോന്നുന്നു ഒരു വലിയ എക്സ്പെഡീഷൻ നടക്കുന്നത്. ആ എക്സ്പെഡീഷന്റെ ഭാഗമായിട്ട് HMS ചലഞ്ചർ എന്ന് പറയുന്ന കപ്പൽ നിരവധി നാച്ചുറൽ സയന്റിസ്റ്റ്, മറൈൻ സയന്റിസ്റ്റുകളെയും കൊണ്ട് കപ്പല് പുറപ്പെടുന്നുണ്ട്. ആ സമയത്ത് ഇന്ത്യയിൽ കടലിൽ പോയാൽ
അത് കുറ്റകൃത്യമാണെന്ന് വിധിക്കുന്ന മതകോടതികൾ നിലനിൽക്കുന്ന സമയമാണ്. കടലിനെ കുറിച്ചുള്ള പഠനവും പരിവേഷണവും നടത്തിയ മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇതേ നെഹ്റുവിനെയാണ് ഗുരുവായൂർ അമ്പലത്തിൽ കയറ്റാതെ പോയത്. നെഹ്റുവിനെ അമ്പലത്തിൽ കയറ്റാതെ പോയത് കാരണം നെഹ്റു കടൽ കടന്നു എന്നുള്ളത്. കടൽ കടന്നാൽ അതൊരു ടാബുവായി കണക്കാക്കിയിരുന്ന ഒരു കാലത്തിന്, അല്ലെങ്കിൽ ഒരു ലോകത്തിന്, ഒരു രാജ്യത്തിന് സ്വാഭാവികമായ ഈ പരിമിതി മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കാൻ കഴിയൂ. കടലിലെ ജൈവജാലങ്ങളെ കുറിച്ചോ കടലിന്റെ വിഭവങ്ങളെ കുറിച്ചോ കടൽ നമുക്ക് തരുന്ന ശാസ്ത്രീയമായ പൊട്ടൻഷ്യലിനെ കുറിച്ചോ നമുക്കറിയില്ല. അതുകൊണ്ടാണ് നെഹ്റു ഇതിനെ അതിജീവിച്ച് കടന്നുപോയ ആളാണ്. ഒരു പരിധിവരെ ഗാന്ധിജിയും അതിനെ അതിജീവിച്ച് കടന്നുപോയി നമുക്ക് പറയാം. ഓക്കെ, ഇതിന്റെ റിഫ്ലക്ഷൻ എങ്ങനെയാ വന്നതെന്ന് നോക്കൂ. ഇതെങ്ങനെ രാഷ്ട്രീയമായി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇതിൽ ഒരു ഭാഗം നമ്മൾ വന്നാൽ നെഹ്റുവിനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായും ഇന്ത്യൻ രാഷ്ട്രീയവുമായിട്ടും ബന്ധപ്പെടുത്തുന്ന രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യൻ ഭരണഘടനയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ നെഹ്റു നടത്തിയ ഇടപെടലുകൾ. രണ്ട്, മൈനോറിറ്റി പ്രൊട്ടക്ഷന് വേണ്ടി പ്രധാനമന്ത്രി എന്ന നിലയിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാരവാഹി എന്ന നിലയിലും നെഹ്റു നടത്തിയ ഇടപെടൽ. ദീസ് ടു ഇന്റർവെൻഷൻസ് ഓഫ് നെഹ്റു മേക്ക് ദിസ് മാൻ as far as Indian politics is concerned. ഇത് രണ്ടിടത്തും നെഹ്റു ഉപയോഗിച്ചത് സയന്റിഫിക് റാഷണാലിറ്റി. നോക്കൂ, ഇന്ത്യയോടൊപ്പം തന്നെ സ്വാതന്ത്ര്യം കിട്ടിയ പാകിസ്ഥാനിലെ ഭരണഘടനാ അസംബ്ലിയിലെ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത് ലിയാഖത്ത് അലി ഖാനാണ്. ഏകദേശം അടുത്തടുത്ത ദിവസങ്ങളിലാണ് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഡിസംബർ മാസം 13-ാം തീയതി 1946 ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിക്കുന്നത്. ലിയാഖത്ത് അലി ഖാൻ അവതരിപ്പിക്കുന്നത് ഏകദേശം അത് കഴിഞ്ഞുള്ള ഒരു വേളയിലാണ്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ സ്പിരിറ്റിലുള്ള വ്യത്യാസം നോക്കൂ. രണ്ടിലെ ഒരു ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ദേ ബിലീവ്ഡ് ഇൻ റിലീജിയൻ. ആരെ? പാകിസ്ഥാൻ. അവരുടെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ ഒരു പോയിന്റ് പറയുന്നത് ഇതാണ്: The Muslims shall be enabled to order their lives in the individual and collective spheres in accordance with the teachings and requirements of Islam as set out in the Holy Quran and the Sunnah. ഈ ഹോളി ഖുറാനിൽ പറയുന്നതിനനുസരിച്ച് ജീവിതക്രമം രൂപപ്പെടുത്തണമെന്നും അതോറിറ്റി ഡിറൈവ് ചെയ്യണമെന്നും മുസ്ലിങ്ങളെ ശാസിക്കുകയാണ്, അഥവാ മുസ്ലിങ്ങളെ ഉപദേശിക്കുകയാണ്, മുസ്ലിങ്ങളെ അവിടെ നിർദ്ദേശിക്കുകയാണ് പാകിസ്ഥാൻ ഭരണഘടനയിലെ ലക്ഷ്യപ്രമേയം. എന്നാൽ നമ്മുടെ ഭരണഘടനയിലെ ലക്ഷ്യപ്രമേയം നോക്കൂ: ഓൾ പവേഴ്സ് ആൻഡ് അതോറിറ്റി ഓഫ് സോവറിൻ ആൻഡ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഷാൽ ഫ്ലോ ഫ്രം പീപ്പിൾ. ജനങ്ങളിൽ നിന്നാണ് ഇന്ത്യയുടെ പരമാധികാരം, ഇന്ത്യൻ ജനങ്ങളുടെ സ്വതന്ത്ര ഇന്ത്യയുടെ പരമാധികാരത്തിന്റെ ഉയിര് എന്ന് പറയുന്നത്, ഉയിർപ്പ് എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്നാണ്. അവിടെ ഉയിർപ്പ് മതങ്ങളിൽ നിന്നുള്ള ഉയർപ്പ് പാകിസ്ഥാനിലും ജനങ്ങളിൽ നിന്നുള്ള ഉയർപ്പ് ഇന്ത്യയിലും എന്നത് മനസ്സിലാകണമെങ്കിൽ ലിയാഖത്തും നെഹ്റുവും തമ്മിലുള്ള ഡിഫറൻസ് ഒരു കടലിന്റെ ഡിഫറൻസ് ഉണ്ട് എന്നാണ്. സെക്കുലർ സ്റ്റേറ്റ് ആയിരിക്കും പാകിസ്ഥാൻ എന്ന് ഉറപ്പു നൽകിയത് ജിന്നയാണെങ്കിലും ലിയാഖത്ത് അലി ഖാൻ അത് തെറ്റിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ തെറ്റിക്കുന്നുണ്ട്. അതിലെ ന്യൂനപക്ഷം വരുന്ന ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ പാകിസ്ഥാൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ അതിനെതിരെ ശബ്ദിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ശബ്ദമെല്ലാം നിർദ്ദയം തന്നെ അടിച്ചമർത്തപ്പെടുകയാണ്. പക്ഷെ ഇന്ത്യയിലെ ഓരോ ചെറിയ ശബ്ദത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നെഹ്റുവും അംബേദ്കറും കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ചർച്ച നിയന്ത്രിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്ത രാഷ്ട്രീയ ചിന്തകളുടെ പ്രതിഫലനമായിരുന്നു. ഒരു ഏറ്റവും നല്ലൊരു ഒരു ലീഗൽ പബ്ലിക് സ്ഫിയർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഈ ചർച്ച നടക്കുന്ന ഇടം. ഈ ഇടത്തിന്റെ പ്രൊഡക്റ്റാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ് അതിന്റെ കരുത്ത് നൽകുന്നത്. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വേളയിൽ നിരവധി ആളുകൾ അതിന് ഭേദഗതികളുമായി വരുന്നുണ്ട്. HV കമ്മത്തിനെ പോലെയുള്ള ആളുകൾ പറയുന്നുണ്ട് ഇൻ ഗോഡ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് ഭേദഗതി ചെയ്യണം എന്ന് പറയുന്നുണ്ട്. രാജേന്ദ്ര പ്രസാദ് അവിടെ നിശ്ചലനായിരിക്കുകയാണ്, നിശബ്ദനായിരിക്കുകയാണ്. ആ സമയത്ത് അംബേദ്കർ പറയുന്നുണ്ട്, ഇദ്ദേഹത്തോട് പറയൂ, ഇത് പിൻവലിക്കാൻ പറയൂ കമ്മത്തിനോട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോ പട്ടാഭിരാമയെ പോലെയുള്ള ആളുകൾ പറയുന്നത് ഒരു വാചകത്തിലെ ചെറിയ ഭാഗമല്ലേ, എന്തിനു മാറ്റണം എന്ന അഭിപ്രായമായിട്ട് വരുന്നുണ്ട്. ഒടുവിൽ പട്ടം താണുകളെ പോലെയുള്ള ആളുകൾ എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ഇൻ ഗോഡ് ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ മാറ്റം വരുത്തിയാൽ അതിൽ സംഭവിക്കാൻ പോകുന്ന അപകടം നിങ്ങൾ ഫെയ്ത്ത് എന്നുള്ളതൊരു നിർബന്ധമുള്ള ഒരു ആശയമായിട്ട് ഇന്ത്യയിൽ മാറ്റും. ഇന്ത്യയിലെ ജനങ്ങൾക്ക് വിശ്വാസം നിർബന്ധമായി മാറിയാൽ ദർ ഈസ് ലിറ്റിൽ ഡിഫറൻസ് ഫ്രം പാകിസ്ഥാൻ ആൻഡ് ഇന്ത്യ. ഇന്ത്യ ഒരിക്കലും ഒരു ഹിന്ദുസ്ഥാൻ ആക്കില്ല എന്ന നെഹ്റുവിന്റെ വീക്ഷണമാണ് താണുകളിലൂടെ റിഫ്ലക്ട് ചെയ്യുന്നത് ഇൻ ഡിഫറെന്റ് വേ. ഇത് വളരെയധികം നെഹ്റു സൂക്ഷിച്ച ഒരു എലമെന്റ് കൂടിയാണ്. ഏതെങ്കിലും തരത്തിൽ റിലീജിയസ് ഡോഗ്മാസിന് ഇന്ത്യൻ പൊളിറ്റിക്കൽ ആശയത്തെ വിട്ടുകൊടുക്കില്ല എന്നതായിരുന്നു നെഹ്റുവിന്റെ ആശയം. നെഹ്റുവിന്റെ ഈ പുസ്തകങ്ങളിലെല്ലാം 1929 30 കത്തുകൾ അയക്കുന്നത്, 34 196 കത്തുകൾ, 1946 ഡിസ്കവറി ഓഫ് ഇന്ത്യ ഈ ജയിലിൽ ഇരുന്നുകൊണ്ട് 9ാമത്തെ ജയിൽവാസത്തിൽ ഇരുന്നുകൊണ്ട് നടത്തുന്ന, അഹമ്മദ് നഗർ ഫോർട്ടിൽ ഇരുന്നുകൊണ്ട് നടത്തുന്ന എഴുത്തുകൾ വളരെ തുച്ഛമായ. അവസാനം ഇദ്ദേഹം നിർത്തുന്നത്, ഡിസ്കവറി ഓഫ് ഇന്ത്യയുടെ എഴുത്ത് നിർത്തുന്നത് അദ്ദേഹത്തിന് എഴുതാനായിട്ട് പേപ്പർ കൊടുക്കാൻ അധികാരികൾക്കില്ല.
ജയിൽ അധികാരികൾ മടുത്തു പേപ്പർ കൊടുത്തിട്ട്. അങ്ങനെ പേപ്പറിന്റെ സ്കേഴ്സിറ്റി കൊണ്ടാണ് ദി സ്റ്റോറി ഓഫ് ഇന്ത്യയുടെ എഴുത്ത് നിർത്തുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി 1936 പ്രസിദ്ധീകരിച്ച നെഹ്റുവിന്റെ ഓട്ടോബയോഗ്രഫി. ഇവയിലെല്ലാം ആശയ പരിസരത്ത് നിന്നുകൊണ്ട് നെഹ്റു സമീപിക്കുന്നത് വിശാല വീക്ഷണമുള്ള ഒരു എൻലൈറ്റൻഡ് ആയ റൈറ്ററുടെ തലത്തിൽ നിന്നുകൊണ്ടാണ്. നിരന്തരമായി എഴുതിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. 9 തവണ ജയിലിൽ അകപ്പെട്ടു. നോക്കൂ, ഈ ജയിൽവാസ കാലത്ത് അച്ഛൻ മകൾക്ക് അയച്ച കത്തുകളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇന്ത്യ എനിക്കൊന്ന് ലോകത്തെ പിടിച്ചുലച്ച പ്രധാനപ്പെട്ട കൃതികളെല്ലാം ജയിൽവാസ കാലത്ത് ഉണ്ടായതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ദി സ്റ്റോറി ഓഫ് ഇന്ത്യ ആണെങ്കിലും, ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ ആണെങ്കിലും, ഇതൊക്കെ ജയിൽ കാലഘട്ടത്തിൽ ഇരുന്ന് എഴുതപ്പെട്ട കൃതികളാണ്. അതില് ആന്റോണിയോ ഗ്രാംഷിയുടെ പ്രിസൺ നോട്ട്ബുക്ക് ഒരു ഉദാഹരണം. ഞാൻ ഈ നെഹ്റുവിന്റെ മകൾക്ക് അയച്ച കത്തിലെ ഒരു ഭാഗം വായിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിലരെങ്കിലും അത് വായിച്ചിട്ടുണ്ടാവും. അതിങ്ങനെയാണ്: നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ നീ പലപ്പോഴും, അന്ന് 10 വയസ്സേ ഉള്ളൂ ഇന്ദിരാഗാന്ധിക്ക്. ഇന്ദിരാഗാന്ധി മസൂറിയിലും ഈ മനുഷ്യൻ ഇരിക്കുന്നത് അലഹാബാദിലുമാണ്. നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ നീ പലപ്പോഴും എന്നോട് പല സംഗതികളെ പറ്റിയും ചോദിക്കാറുണ്ടല്ലോ. ഞാൻ അവയ്ക്ക് സമാധാനം പറയുവാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ നീ മസൂറിയിലും ഞാൻ അലഹാബാദിലും ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള സംഭാഷണത്തിന് സൗകര്യമില്ല. അതുകൊണ്ട് ഈ ഭൂമിയുടെയും അതിന്റെ വിഭാഗങ്ങളായ ചെറുതും വലുതുമായ അനേകം രാജ്യങ്ങളുടെയും ചരിത്രം ചെറിയ ഉപന്യാസങ്ങളായി നിനക്ക് എഴുതി അയക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ആരെഴുതുന്നു? അലഹാബാദ് കോടതിയിൽ ഇരിക്കുമ്പോൾ. നമ്മളുടെ മനുഷ്യർ കോടതിയിൽ, അല്ലെങ്കിൽ ആധുനിക കാലത്തെ രാഷ്ട്രീയ തടവുകാരുടെ അവസ്ഥ എന്താണെന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം. ചരിത്രം ചെറിയ ഉപന്യാസങ്ങളായി നിനക്ക് എഴുതി അയക്കുന്നു. ഇനി ഇംഗ്ലണ്ടിന്റെയും ഇന്ത്യയുടെയും ചരിത്രം കുറച്ചെല്ലാം നീ വായിച്ചിട്ടുണ്ടല്ലോ. ഇംഗ്ലണ്ട് ഒരു ചെറിയ ദ്വീപ് മാത്രമാണ്, ഇന്ത്യ ഒരു വലിയ രാജ്യമാകുന്നു. എന്നാൽ അത് ഭൂമിയുടെ ഉപരിഭാഗത്ത് ഒരു ചെറിയ ഭാഗം മാത്രമാകുന്നു. നാം ജീവിക്കുന്ന ഈ ലോകത്തിന്റെ ചരിത്രം കുറെയെങ്കിലും അറിയണമെങ്കിൽ അതിലുള്ള എല്ലാ രാജ്യങ്ങളെ പറ്റിയും ചിന്തിക്കേണ്ടി വരും. എന്റെ മാത്രം പുരയിടത്തിൽ ഉദിക്കുന്ന നിലാവിന്റെ പേരല്ല ചന്ദ്രൻ എന്നുള്ളത് നാഷണലിസത്തിന്റെ ഭാഗമായിട്ടുള്ള ഡിബേറ്റുകളിൽ നമ്മൾ കണ്ടതാണ്, ടാഗോർ പറഞ്ഞത് കേട്ടതാണ്. പക്ഷേ ഒരു വിശ്വമാനവികതയിലേക്ക് ഈ മനുഷ്യന്റെ ചിന്തയെ ഉയർത്തിയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എൻലൈറ്റൻഡ് റാഷണാലിറ്റിയാണ്. ഇതാണ് മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഈ കത്തുകളിലൂടെയാണ് ഈ മകളും അച്ഛനും തമ്മിലുള്ള ആശയ പരിസരം ഉണ്ടാവുന്നത്. ഒരു പരിധിവരെ ഇന്ദിരാഗാന്ധിയെ പിടിച്ചു നിർത്തിയതും ഈ പറയുന്ന ഒരു കരുത്താർജിച്ച ഒരു വനിത, ഒരു രാഷ്ട്രീയ നേതാവ് അടിയന്തരാവസ്ഥക്കാലം ഒഴിച്ചു നിർത്തുന്നതും ഈ അച്ഛൻ മകൾക്ക് അയച്ച കത്തുകളിലെ ആശയങ്ങൾ അവർക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ്. പസിഫിസം എന്നുള്ളത്, ഒരു സമാധാന പ്രേമിയായി ഒരു മനുഷ്യൻ എങ്ങനെ മാറുന്നു. ഒരു മികച്ച സയന്റിഫിക് ടെമ്പർ ഉള്ള ഒരാൾക്ക് ഒരിക്കലും വയലൻസിനെ പ്രണയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. സോ അബ്ജർ വയലൻസ് എന്നുള്ളത് ഭരണഘടനയുടെ പിൽക്കാലത്താണ് കൂട്ടിച്ചേർക്കപ്പെട്ടതെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടിയായി മാറുന്നതും അവിടെയാണ്. സോ ഇങ്ങനെയുള്ള എഴുത്തുകൾ ഈ ജയിലിലിരുന്ന് എഴുതുമ്പോൾ പോലും അതിനകത്ത് പൂർണ്ണമായിട്ടും റിഫ്ലക്ട് ചെയ്യുന്നത് ഈ പറയുന്ന സയന്റിഫിക് ടെമ്പറാണ്. അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ നിന്ന് എങ്ങനെ വന്നു നോക്കൂ. ശാസ്ത്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആര് ഗവേഷണം നടത്തുന്നു എന്നതല്ല, എന്ത് റിസൾട്ട് ഉണ്ടാക്കുന്നു എന്നതാണല്ലോ ശാസ്ത്രം നോക്കുന്നത്. ഇറ്റ്സ് വെരി ഒബ്ജക്റ്റീവ്. ഒബ്ജക്ടിവിറ്റി എന്നുള്ളത് ശാസ്ത്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിൽ ആരാണ് ഈ സത്യം തേടുന്നത് എന്നത് പ്രശ്നമല്ല. അവിടെയാണ് ഈ ഇതും രാഷ്ട്രീയവും തമ്മിലുള്ള ഐക്യം കിടക്കുന്നത്. ശാസ്ത്രബോധവും രാഷ്ട്രീയവും തമ്മിൽ ഐക്യപ്പെടുന്നത് അവിടെയാണ്. സത്യം കണ്ടെത്തുന്നവന്റെ ഐഡന്റിറ്റി പ്രശ്നമല്ല, സത്യം കണ്ടെത്തുന്നവന്റെ സ്വത്തും സത്യം തിരയുന്നവന്റെ സ്വത്തും പ്രശ്നമല്ല എന്നുള്ളത് ജനാധിപത്യത്തിനും ശാസ്ത്രത്തിന്റെയും പൊതുവായ ഒരു എലമെന്റ് ആണ്. അതിനെയാണ് നമ്മൾ ഒബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇൻ എ വേ ഐ ഡിഫൈൻ ഇൻ ദാറ്റ് വേ. ശാസ്ത്രത്തിന്റെ സയന്റിഫിക് ടെമ്പറിന്റെ ഒരു പ്രത്യേകത, സയന്റിഫിക് ടെമ്പറുള്ള നിങ്ങൾ ആരാണ് പറയുന്നത് എന്നല്ല, എന്താണ് പറയുന്നത് എന്നാണ് നിങ്ങൾ കേൾക്കുന്നത്. അതിന്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നെഹ്റു പ്ലാനിംഗ് കമ്മീഷനിൽ നെഹ്റു ലീഡ് ചെയ്യുന്ന സമയത്ത് നെഹ്റുവിന്റെ USSR പ്രണയം, സ്റ്റാലിൻ പ്രണയം പ്ലാനിംഗ് കമ്മീഷനിലേക്ക് എത്തിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ പ്ലാനിംഗ് കമ്മീഷൻ 1952 മറ്റുമാണ്. പ്ലാനിംഗ് കമ്മീഷന്റെ ചർച്ച നടക്കുന്ന സമയത്ത് ഗ്രോത്ത് റേറ്റിനെ കുറിച്ചുള്ള ചർച്ച നടക്കുന്നു. അപ്പൊ നെഹ്റു പറയുന്ന രാജ്യം എത്രയും പെട്ടെന്ന് ഉയർന്ന ഗ്രോത്ത് റേറ്റിലേക്ക് പോകണം, 5 to 6% ഗ്രോത്ത് റേറ്റ് വേണം എന്ന് നെഹ്റു അഡമന്റ് ഒരു സ്റ്റാൻഡ് എടുക്കുന്നു. അപ്പോ KN രാജ്, നമ്മുടെ സ്വന്തം KN രാജ്, CDSന്റെ KN രാജിന് 27 വയസ്സാണ് പ്രായം. ആ KN രാജ് നെഹ്റുവിനോട് പറയുന്നു, അത് അത്രയും ഉയർന്ന ഒരു ഗ്രോത്ത് റേറ്റ് നമുക്ക് ഒന്നും സാധ്യമാവില്ല. ഇനി അത് സാധ്യമായാൽ തന്നെ നിലവിലിരിക്കുന്ന ജനാധിപത്യ ക്രമങ്ങളെ ലംഘിച്ചുകൊണ്ട് മാത്രമേ സാധ്യമാകത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു ടോട്ടാലിറ്റേറിയൻ സ്റ്റേറ്റിന് മാത്രമേ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റൂ. സോവിയറ്റ് യൂണിയൻ ആവുന്നു സാറേ എന്നാണ് പുള്ളി പറഞ്ഞത്. ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായി, ഒരു അതോറിറ്റേറിയൻ രാജ്യമായി മാറും എന്നാണ് KN രാജ് പച്ച ഇംഗ്ലീഷ് പറഞ്ഞത്. 2 to 2.5% ഈസ് ഇനഫ്. 2 മുതൽ 2.5% വരെ മതി ഇപ്പോൾ. എങ്കിൽ മാത്രമേ ഡെമോക്രാറ്റിക് സ്ട്രക്ചറിനെ നമുക്ക് ഇൻടാക്ട് ആക്കി നിർത്താൻ പറ്റൂ, ജനാധിപത്യ ഘടനയെ നമുക്ക് നിലനിർത്താൻ കഴിയും. ഇതായിരുന്നു KN രാജ് പറയുന്നത്. അപ്പോ ഇത് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി ആധുനിക കാലത്തെ ഒരാൾ പറയുമോ എന്നുള്ളതിനെ സംശയം. മൻമോഹൻ സിംഗിന്റെ മുഖത്ത് നോക്കി പറയുന്നു കേട്ടോ, മോണ്ടേസിംഗ് അലുവാലിയ, ദാറ്റ്സ് ഡിഫറെന്റ്. പക്ഷേ ഇപ്പോൾ പറയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ 5.6% ഗ്രോത്ത് റേറ്റ് വേണം എന്ന് നിർമ്മലാ സീതാരാമനോ അതല്ലെങ്കിൽ
മറ്റാരെങ്കിലും പറഞ്ഞാൽ സയന്റിഫിക് പ്രിൻസിപ്പൽ എക്കണോമിക് കണ്ടീഷൻ പറയുന്നത് 6 മുതൽ 6.5 വരെ ശതമാനത്തിലേക്ക് നമുക്ക് പോകണമെന്നായിരിക്കും. ഇവിടെയാണ് 2 മുതൽ 2.5% മാത്രം മതി, പക്ഷെ നമുക്ക് പ്രധാനം ജനാധിപത്യ ഘടനയാണ് എന്ന് പറഞ്ഞ കെയ്ൻ രാജിന്റെ ലോജിക്കിനെ നെഹ്റു അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, വാട്ട്സ് യുവർ ഏജ്, നിങ്ങളുടെ പ്രായം എത്രയാണ്? അപ്പൊ രാജു പറയുന്നത് ഐ എം ജസ്റ്റ് 27. ബട്ട് യു സ്പീക്ക് ലൈക്ക് എ 72 മെച്യൂർഡ് പേഴ്സൺ എന്ന് പറഞ്ഞ് നെഹ്റു കെയ്ൻ രാജിന്റെ അഭിപ്രായത്തെ പരിഗണിക്കുക ചെയ്യുന്നത്. സോ അക്കോമഡേറ്റിംഗ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, എന്തു പറയുന്നു എന്ന് നോക്കി പറയുന്നത് മാത്രം സ്വീകരിക്കുന്ന ഒരു നിലപാട് ശാസ്ത്രത്തിനുണ്ട്. അത് രാഷ്ട്രത്തിൽ നെഹ്റു കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. സെൻസ് ഓഫ് അക്കോമഡേഷൻ എന്നുള്ളത് ദാറ്റ്സ് എ ബ്രില്യന്റ്ലി ആർട്ടിക്കുലേറ്റഡ് തിങ്. നെഹ്റു അത് ശാസ്ത്രത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആരാണ് ശ്യാമപ്രസാദ് മുഖർജി, എങ്ങനെയാണ് നെഹ്റുവിന്റെ ക്യാബിനറ്റിൽ ഇടം പിടിക്കുന്നത്? ശ്യാമപ്രസാദ് മുഖർജിയും ഗാന്ധിയുമായി ഒരിക്കലും ചേർന്നു പോയില്ല. ഒരാള് ഭാരതീയ ജനസംഘ്, ഹിന്ദു മഹാസഭയുടെ ഭാഗം, ഒരു തരത്തിലും നെഹ്റു വിശ്വസിക്കാത്ത കൾച്ചറൽ നാഷണലിസത്തിന്റെ സാംസ്കാരിക ദേശീയതയുടെ റെപ്രസെന്റേറ്റീവ്. രണ്ടാമത് ഷൺമുഖം ചെട്ടി, വളരെ കൃത്യമായ നിലപാടുകളുള്ള മനുഷ്യൻ, ഒരു കാരണവശാലും നെഹ്റുവിനെ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് നിലപാടെടുത്ത് നിൽക്കുന്ന ബിസിനസ്സുകാരൻ മദ്രാസിൽ നിന്ന്. ആ മനുഷ്യനെ ഫിനാൻസ് മിനിസ്റ്റർ ആക്കുന്നു. അംബേദ്കർ നെഹ്റുവുമായിട്ട് പലയിടങ്ങളിലും ഇടയുന്നു. കോൺഗ്രസിന്റെ പ്രത്യേകിച്ച് ഗാന്ധിയെയും പൂർണ്ണമായിട്ടും വിമർശിക്കുന്ന ബി ആർ അംബേദ്കർ. ഇങ്ങനെ ക്രിട്ടിക്കലായി കോൺഗ്രസിനെ കാണുന്നവരെയും ക്രിട്ടിക്കലായി നെഹ്റുവിനെ കാണുന്നവരെയും കൂടി ചേർത്ത് ഒരു ക്യാബിനറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് എനിക്കൊന്നും ഈ ആദ്യത്തെ നെഹ്റുവിന്റെ മിനിസ്ട്രിയിലല്ല പിന്നെ നടന്നിട്ടില്ല. പിന്നെ ഇതേ കോൺഗ്രസ് തന്നെ അംബേദ്കറിനെ പരാജയപ്പെടുത്തുന്നുണ്ട്. അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് ജയിച്ചിട്ട് വരുന്ന ബംഗാളിലുള്ള പ്രദേശത്തെ പാകിസ്ഥാന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നീട് ഇത് കറക്റ്റ് ചെയ്യുന്നുണ്ട്. ബോംബെയിലെ ഒഴിവ് വരുന്ന സീറ്റിലേക്ക് അംബേദ്കറെ ജയിപ്പിച്ചതാണ് സ്വാതന്ത്ര്യാനന്തരം അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് എത്തുന്നത്. ഇങ്ങനെ ക്രിട്ടിക്കലായി തന്നെ നോക്കുന്നവനെയും അക്സെപ്റ്റ് ചെയ്യാനുള്ള, എതിർക്കുന്നവനെയും അക്സെപ്റ്റ് ചെയ്യാനുള്ള ആശയം, ഇതാണല്ലോ വോൾട്ടയർ പറയുന്നത്. എന്നെ എതിർക്കാനുള്ള നിന്റെ അവകാശത്തെ എന്റെ ജീവൻ കൊടുത്തും സംരക്ഷിക്കുമെന്നുള്ള വോൾട്ടയറിന്റെ എൻലൈറ്റൻഡ് വിഷൻ ആണ് നമ്മൾ യഥാർത്ഥത്തിൽ നെഹ്റുവിൽ കാണാൻ ശ്രമിക്കുന്നത്. ഈ നെഹ്റു ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടുകൊണ്ട് നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നൊരു വാചകം അത് വളരെ ശ്രദ്ധേയമാണ്. ലോട്ട് ഓഫ് പീപ്പിൾ മേ നോട്ട് നോ, ചിലർക്ക് അറിയില്ല, കുറെ മനുഷ്യർക്ക് അറിയില്ല, വൈ സച്ച് an emphasis is being put on science. ശാസ്ത്രത്തിന് എന്താണ് ഇത്രയും അധികം പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ചിലർക്ക് അറിയില്ല. വൈ സോ മച്ച് മണി is being spent, why did I take the trouble to come from Delhi? എന്തിനാണ് ഇത്രയും പൈസ ചെലവാക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത്? ഞാൻ എന്തിനാണ് ഇത്രയും ദൂരം സഞ്ചരിച്ചു വരുന്നതെന്ന് ചിലരെങ്കിലും ചോദിച്ചേക്കാം. The big countries have more power while our country has remained poor. വലിയ രാജ്യങ്ങൾക്ക് കൂടുതൽ ശക്തിയുണ്ട്, നമ്മുടെ രാജ്യം ദരിദ്രമായിട്ടിരിക്കുന്നു. If we wish to empower our country which is now independent, we have to create a strong, വികസിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സ്വതന്ത്രമാണെങ്കിലും ഒരു അടിസ്ഥാനം വികസിപ്പിക്കണം. സോ വി ക്യാൻ ലേൺ ദ ബേസിക്. ദിസ് മേ നോട്ട് ഷോ ഇമ്മീഡിയറ്റ് റിസൾട്ട്. ഉടനടി ഒരു സത്വര ഫലം നമുക്ക് കിട്ടില്ല, ഉടനടി ഫലം കാണുമെന്ന് കരുതരുത്. ബട്ട് ഫൈനലി റിസൾട്ട് ഇൻ ദ അപ്ലിഫ്റ്റ് ഓഫ് ദ കൺട്രി. പക്ഷേ ആത്യന്തികമായ രാജ്യത്തിന്റെ ഉയർച്ചയിലേക്ക് നയിക്കും. ദിസ് വാസ് വാട്ട് നെഹ്റു സെഡ് ഇൻ 1954. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്. പിന്നീട് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിൽ നിന്ന് പുറത്തു വന്ന പ്രൊഡക്റ്റുകൾ നിങ്ങൾ കണ്ടതാണ്, സയന്റിസ്റ്റുകൾ നിങ്ങൾ കണ്ടതാണ്. ബേസിക്സ് ഇന്ത്യൻ ജനതയെ പഠിപ്പിക്കുക. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി, സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് മാത്രമേ ഇന്ത്യയെ പ്രോപ്പറായി അപ്ലിഫ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിച്ച മനുഷ്യനാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം he took a very different position. സയന്റിസം അല്ല സയന്റിഫിക് ടെമ്പർ എന്നുള്ളത്, അഥവാ സയൻസും ടെക്നോളജിയും മുന്നിലേക്ക് വയ്ക്കുന്ന എല്ലാ ആശയങ്ങളും സയന്റിഫിക് ടെമ്പറിന്റെ ഭാഗമല്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതാണ്. ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ഡൽഹി 1947 അദ്ദേഹം നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. ഫോർ എ ഹംഗ്രി മാൻ ഓർ എ ഹംഗ്രി വുമൺ ട്രൂത്ത് ഹാസ് ലിറ്റിൽ മീനിങ്. അതാണ് നേരത്തെ ഇവിടെ ഉദ്ധരിച്ചത്. ഹി വാണ്ട്സ് ഫുഡ്, അവന് ഭക്ഷണം വേണം. ഫോർ എ ഹംഗ്രി മാൻ ഗോഡ് ഹാസ് നോ മീനിങ്. ദൈവം, സത്യം, ഇതൊന്നും വലിയ അർത്ഥമില്ല. And India is starving, and to talk of truth and God and many of the finer things in mockery. അതൊക്കെ വളരെ ശുദ്ധ അസംബന്ധമാണ്. We have to find food for them. Clothing, housing, education, health are absolute necessities that every person should possess. When we have done that, we can philosophies and think of God. ഇതൊക്കെ നമുക്ക് അവർക്ക് കൊടുത്തിട്ട് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം നിറവേറ്റിയിട്ട് നമുക്ക് ഫിലോസഫിയെ കുറിച്ച് സംസാരിക്കാം. സോ സയൻസ് മസ്റ്റ് തിങ്ക് ഇൻ ദോസ് ടേംസ്. ശാസ്ത്രത്തെ അങ്ങനെ വേണം നമ്മൾ കാണാൻ. work along those lines on the wider scale of coordinated planning. ആസൂത്രണത്തിന്റെ ടൂളായിട്ട് ശാസ്ത്രത്തെ കാണണമെന്നാണ് ഈ മനുഷ്യൻ പറയുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ആസൂത്രണത്തിന്റെ ടൂൾ ആണോ അതിന് കാലത്തുള്ളത് എന്ന് മറുചോദ്യം നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ആസൂത്രണത്തിന്റെ ടൂളായിട്ട് നമ്മൾ കാണണം എന്നുള്ളതാണ് ശാസ്ത്രത്തെ മുൻനിർത്തി പറയുന്നത്. അഗ്രികൾച്ചറിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന വളരെ രസകരമായ കാര്യം, ഇദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് സ്ഥാപിച്ച മറ്റൊരു സ്ഥാപനമാണ്. 1960 നവംബർ മാസം 17-ാം തീയതി പിന്നീട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആയിട്ട് മാറി.
യു പി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആയിട്ട് മാറി GB പന്ത് യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ ഇത് സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന പ്രസംഗത്തിൽ പറയുന്നുണ്ട് മെനി തിങ്സ് ക്യാൻ ബി ബട്ട് നോട്ട് അഗ്രികൾച്ചർ. ഈ സ്ഥാപനമാണ് പിന്നീട് ഗ്രീൻ റെവല്യൂഷന്റെ ഹാർബിഞ്ചർ ആയിട്ട് മാറുന്നത്. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്ന വളരെ ശ്രദ്ധേയമായ പഠനങ്ങൾ വരുന്നു. മെക്സിക്കൻ വെറൈറ്റിയിലുള്ള വീറ്റ് ഇവിടെ കൊണ്ടുവരുന്നു. ഗ്രീൻ റെവല്യൂഷൻ ഗുണമാണോ ദോഷമാണോ ചെയ്യുന്നത് ദാറ്റ്സ് എ സെക്കൻഡ് ഡിബേറ്റ്. ബട്ട് ഈവൻ ദെൻ ഒരു പോവർട്ടിയിൽ സ്റ്റാഗ്നേറ്റഡ് ആയ ഒരു ജനതയെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് വേറെ ഫിലോസഫി ഒന്നുമില്ല. നിങ്ങൾക്ക് എൻവയോൺമെന്റലിസം ഒക്കെ പറയാം, പക്ഷേ സ്റ്റാർവിംഗ് മില്യൻസ് ദേ ആർ ഡൈയിങ് ആൻഡ് എ കൺട്രി ഈസ് ഗോയിങ് ടു സസീഡ്. ഞാൻ പറഞ്ഞ ശൈഥില്യമാകാൻ വേണ്ടി കാത്തിരിക്കുന്ന രാജ്യമെന്ന പ്രവചനങ്ങളും പ്രവചനക്കുറിപ്പുകളും ഉള്ള ഒരു രാജ്യത്തിന് ഫിലോസഫി കാത്തിരിക്കാൻ കഴിയുമായിരുന്നില്ല. അത് തന്നെയാണ് സയൻസിനെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തത്. ഡയറിങ് ചോദ്യങ്ങൾ ചോദിക്കും. പുരുഷോത്തം ദാസ് ടണ്ടനുമായിട്ടുള്ള നെഹ്റുവിന്റെ അടി മുഴുവൻ ഈ കാര്യത്തിലാണ്. സയൻസ് മാത്രമല്ല, ഒരു സയന്റിഫിക് ഔട്ട്ലുക്കും ഇല്ലാത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു പുരുഷോത്തം ദാസ് ടണ്ടൻ. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തലപ്പത്തെത്തുന്ന ഘട്ടത്തിൽ അദ്ദേഹം രാജർഷി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് തന്നെ. അദ്ദേഹം അങ്ങേറ്റത്തെ കടുത്ത സോഫ്റ്റ് ഹിന്ദുത്വ നിലപാടിന്റെ റിവൈവൽ ഓഫ് ഹിന്ദുയിസത്തിന് ആളായിരുന്നു. ഒടുവിൽ സഹി കെട്ടിട്ട് പുരുഷോത്തം ദാസ് ടണ്ടന് നെഹ്റു കത്തെഴുതുന്നത് ഡെയറിംഗ് ടു ക്വസ്റ്റ്യൻ. ശാസ്ത്രത്തിന്റെ പ്രധാനപ്പെട്ട ആശയമാണല്ലോ ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത്. അത് തന്നെയാണ് നെഹ്റു കത്തിലൂടെ പറഞ്ഞത്. യു ഹാവ് ബിക്കം സം കൈൻഡ് ഓഫ് എ സിമ്പിൾ ഓഫ് കമ്മ്യൂണൽ ആൻഡ് റിവൈവൽ ഔട്ട്ലുക്ക്. പുരുഷോത്തം ദാസ് ടണ്ടൻ നിരാശപ്പെടരുത്, നിങ്ങൾ ഒരു വർഗീയതയുടെ പ്രതിനിധിയായി കഴിഞ്ഞു എന്ന് ഭൂരിപക്ഷം ആളുകൾക്കും തോന്നുന്നുണ്ട്. എ റിഫ്യൂജ് മെന്റാലിറ്റി ഒരു RSS മെന്റാലിറ്റിയാണ് എന്നാണ് പുരുഷോത്തം ദാസ് ടണ്ടന് കത്തെഴുതുന്നത്. ഒടുവിൽ ഈ ടണ്ടനെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഇന്റർനാഷണൽ കോൺഗ്രസിനോടൊപ്പം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിലെ നേതാക്കൾ പറയുന്നുണ്ട്. ആ സമയത്ത് നിർഭാഗ്യവശാൽ നെഹ്റുവിനെ ആരും സജസ്റ്റ് ചെയ്യുന്നില്ല. ഒരു JB കൃപലാനിയെ സജസ്റ്റ് ചെയ്യുന്നത്. JB കൃപലാനി നെഹ്റുവിന്റെ കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നുണ്ട്. പുരുഷോത്തം ദാസ് ടണ്ടന് മുമ്പിൽ തോറ്റു പോകുന്നത്. 1326 വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്, വളരെ കുറച്ച് വോട്ടായിട്ട്. ബട്ട് ഈവൻ ദെൻ അതിനുശേഷം പുരുഷോത്തം ദാസ് ടണ്ടനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നെഹ്റു വളരെ ക്ലവർഫുള്ളി മാറ്റുന്ന ഒരു കഥയുണ്ട്. പിന്നീട് നമുക്ക് ഏതെങ്കിലും ഘട്ടങ്ങളിൽ പറയാം. ഇങ്ങനെ കുറെ സന്ദർഭങ്ങളുണ്ട് കേട്ടോ. ഈ നെഹ്റു ശാഠ്യം പിടിച്ചാണെങ്കിലും ബാലിശമായ ശാഠ്യമൊക്കെ ചില സമയത്ത് കാണിക്കുമെങ്കിലും ചില തീരുമാനങ്ങൾ നെഹ്റു എടുപ്പിക്കുന്നുണ്ട്. സമ്മർദ്ദത്തിലാക്കി എടുക്കുന്ന തീരുമാനങ്ങളാണ് പലപ്പോഴും. 1954 ആറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ് അത് പ്രൈം മിനിസ്റ്ററിന്റെ കീഴിൽ തന്നെ കൊണ്ടുവരാൻ താല്പര്യം കൊടുക്കുന്നു. ഭാമ അറ്റോമിക് റിസർച്ച് സെന്റർ 1954, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി 1947, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ 1962. അവിടെയും അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ കോമ്പാറ്റ്മെന്റിന് റേസിന് വേണ്ടി ആം റേസിന് വേണ്ടിയുള്ള ഒരു ഉപാധിയായിട്ടല്ല സ്പേസ് എക്സ്പ്ലോറേഷനെ നെഹ്റു കണ്ടത്. കൂടുതൽ വെതർ ക്ലൈമാറ്റിക് പ്രഡിക്ഷൻസ് ടു ഇനേബിൾ ദി ഫാർമേഴ്സ് ടു റീച്ച് ദി ഗോൾസ്. അവർക്ക് അവരുടെ വിളകൾ കൊയ്യാൻ ആവശ്യമായ ഉറപ്പ് കിട്ടണം നിങ്ങൾ കൊടുക്കുന്ന വിവരങ്ങളിലൂടെ എന്നാണ് നെഹ്റു പറയുന്നത്. കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്നുള്ളത്. സോ ഇനി സാനിറ്റേഷൻ ആൻഡ് ഹെൽത്ത് ആൻഡ് ദ കോൺക്വസ്റ്റ് ഓവർ സം ഡിസീസസ് ഡിപ്പെൻഡ് ഓൺ സയൻസ്. നിങ്ങൾക്ക് ശുചിത്വം വേണമെങ്കിൽ ഇതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യത്തിന്റെ തുടർച്ചയാണ് അദ്ദേഹം ഗ്ലിംപ്സസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ പറയുന്നത്. എന്ത് സംഭവിച്ചു എന്ന് കൂടി നോക്കുന്നത്. വാട്ട് ഈസ് ദി ഇമ്പാക്ട്? ഇൻ 1951 സ്മാൾ പോക്സ് റിലേറ്റഡ് ഡെത്ത് 1,48,000 ആണെങ്കിൽ 10 വർഷം കൊണ്ട് അത് 12,300 കുറയുന്നു. The plague, which accounted for 3% of death around 1940, was completely eradicated by the middle of 1950. 1950 ആകുമ്പോഴേക്കും പ്ലേഗ് പൂർണ്ണമായിട്ട്. Medical colleges rose from 15 in 1946 to 81. GB Pant, All India Institute of Medical Science, etc. Maulana Azhar Medical College, etc. National Institute of Virology, Pune set up as early as 1952. എല്ലാ സിക്ക വരുമ്പോഴും നിപ്പ വരുമ്പോഴും ഒക്കെ നമ്മൾ ഓടുന്ന പൂനെയിലെ വൈറസ് ഇൻസ്റ്റിറ്റ്യൂട്ട് 1952 ഉണ്ടാക്കിയതാണ്. പിന്നീട് ഓക്സിജൻ സിലിണ്ടറുകൾ, ഓക്സിജൻ പാർലറുകളൊക്കെ പലയിടങ്ങളിലും ഉണ്ടാകുന്നു. ഏറ്റവും വലിയ തമാശ ഡൽഹിയിൽ ഓക്സിജൻ സിലിണ്ടർ ആശുപത്രി ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത്. ഇതിനേക്കാളൊക്കെ ഇന്ത്യൻ സൊസൈറ്റിയിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു പക്ഷേ ഇനി വളരെ വിശദമായി നമ്മൾ പഠിക്കേണ്ട ഒന്നാണ് ഇന്റർവെൻഷൻസ് ഇൻ സോഷ്യൽ റിഫോംസ്. ശാസ്ത്രം കൊണ്ട് സോഷ്യൽ റിഫോംസ് നടത്തിയ മനുഷ്യരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഞാൻ പറഞ്ഞല്ലോ, ഡിഗ്നിറ്റിയെ മാനിക്കാത്ത ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് തന്നെയാണ് ശാസ്ത്രീയ യുക്തിയുള്ള ഏത് രാഷ്ട്രീയ നേതാവിനും തോന്നുക. ഇത് തന്നെയാണ് നെഹ്റുവിന് തോന്നിയത്. നെഹ്റുവും അംബേദ്കറും കൂടി ചേർന്ന ഒരു മിഷൻ, ഈ നമ്മൾ സാധാരണ സച്ചിനും വീരേന്ദ്ര സേവകും എന്നൊക്കെ പറയുന്ന പോലെ, ആൻഡ് ദിസ് ക്രിയേറ്റഡ് ഇമ്മൻസ് റിഫോംസ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഹിന്ദു കോഡ് ബില്ലാണ്. പക്ഷേ നെഹ്റു വൈകിപ്പിക്കുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് അംബേദ്കർ രാജിവെച്ച് പോയിട്ടുണ്ട്. ഈ ഹിന്ദു കോഡ് ബില്ല് വരുമ്പോഴേക്കും അംബേദ്കർ ഇല്ലാതാവുന്നുണ്ട്. പക്ഷേ ഈ ഹിന്ദു കോഡ് ബില്ല് വരുമ്പോൾ വിവാഹത്തിന്, വിവാഹമോചനത്തിന്, അഡോപ്ഷന്, ഇൻഹെറിറ്റൻസിന് ഹിന്ദുക്കളിടയിൽ ഉണ്ടായിരുന്ന അനാചാരങ്ങളുടെ മൊത്തം കടക്കൽ കത്തിവെച്ചുകൊണ്ടാണ് ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവരുന്നത്. 4 പ്രധാനപ്പെട്ട ലെജിസ്ലേഷൻസ് കൊണ്ടുവരുന്നു. വിവിധ കാർട്ടൂണുകളിൽ കാണുന്നത് പോലെ ഏറ്റവും രസകരമായ കാര്യം, ഈ ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവരാൻ നെഹ്റു ശ്രമിക്കുമ്പോൾ അതിനെതിരെ നിന്ന ഭൂരിപക്ഷ ആളുകൾ, പുരുഷോത്തം ദാസ് ടണ്ടനാവട്ടെ, അങ്ങനെ നിരവധി മനുഷ്യരുണ്ട്. അതിലൊരു മനുഷ്യനാണ് ഈ സ്വാമി
കർപ്പാത്രി മഹാരാജ് എന്ന് പറയുന്ന മനുഷ്യനുണ്ട്. യാജ്ഞവൽക്കന്റെ സ്മൃതിയൊക്കെ എടുത്താണ് ഉദ്ധരിച്ചത്. നമുക്ക് ഈ ശബരിമലയിലെ പ്രക്ഷോഭകാലത്ത് നാമജപ ഘോഷയാത്ര നടന്നതിന്റെ സമാനമായ രീതിയിൽ ആന്റി ഹിന്ദു കോഡ് ബിൽ കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. ആചാര സംരക്ഷണ സമിതി. അത് കേരളത്തിൽ ഉണ്ടായതല്ല. ഹിന്ദു കോഡ് ബില്ലിന് പരിസരത്ത് നിന്നുകൊണ്ട് 1952കളിൽ ഡൽഹിയുടെ തെരുവുകളിൽ, ജന്തർ മന്ദറിൽ ഒക്കെ ഈ വലിയ ഗ്രൂപ്പ്, ഈ രാംലീല മൈതാനത്ത് കൂടി ഒരു വലിയൊരു കമ്മിറ്റിയുണ്ട്, നമ്മുടെ നിലയ്ക്കലിൽ കൂടിയ സമിതി പോലെ. ഈ കമ്മിറ്റിയിൽ അന്നുണ്ടായിരുന്ന ഭൂരിപക്ഷം ഹിന്ദുക്കളും ഈ ഹിന്ദു കോഡ് ബില്ല് സ്റ്റേറ്റ് കടന്നു കയറുകയാണ് ആചാരങ്ങളിലേക്ക്, എന്താണ് ശാസ്ത്രങ്ങളിലേക്ക്, ഞങ്ങളുടെ ശാസ്ത്രങ്ങളിലേക്ക്, നോട്ട് ശാസ്ത്രം വിത്തിൻ ഇൻവേർട്ടഡ് കോമ, ശാസിക്കപ്പെട്ടത് ഞങ്ങളുടെ ധർമ്മശാസ്ത്രങ്ങളിലേക്കുള്ള കടന്നുകയറ്റം അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായിട്ട് രംഗത്ത് വന്നവരാണ്. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും, ഏജ് കൺസെന്റ് ബില്ല് അവതരിപ്പിക്കുമ്പോൾ ഇതേപോലെയാണ് ബാലഗംഗാധര തിലകൻ ചൈൽഡ് വിവാഹത്തിന് അനുകൂലമായി നിലപാടെടുത്തത്. ഈ മിഥിയുടെ കഥയൊക്കെ നിങ്ങൾക്കറിയാം. 10 വയസ്സുള്ള ബാലിക മരിച്ചു പോകുമ്പോൾ 10 വയസ്സിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ പോലും ബാലഗംഗാധര തിലകൻ പറഞ്ഞു പറ്റൂല, അത് മതത്തിന്റെ ചടങ്ങാണ്, അതിലിടപെടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ഒരു കുഞ്ഞ് ഇടുപ്പല്ല് തകർന്ന് മരിച്ചു പോയിട്ടും ഇളകാത്ത രാഷ്ട്രീയ മനസ്സ്, ഉണ്ടാകുന്ന മനസ്സ് ഒരിക്കലും ശാസ്ത്രീയമല്ലല്ലോ. ഇൻ ദാറ്റ് സെൻസ് ബാലഗംഗാധര തിലകനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നെഹ്റു നിൽക്കുന്ന സ്പേസ് എന്ന് പറയുന്നത് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദി ഡിഫറൻസ് ഓഫ് സയൻസ്. അതാണ് ഇതിനെ ഈ രാംലീല മൈതാനത്ത് കൂടുന്ന ആന്റി ഹിന്ദു കോഡ് ബിൽ കമ്മിറ്റി ഈ ഹിന്ദു കോഡ് ബില്ലിനെ വിളിച്ച പേര് ആൻ ആറ്റം ബോംബ് ഓൺ ഹിന്ദു സൊസൈറ്റി എന്നാണ്. അന്ന് ഹിന്ദു കോഡ് ബില്ല് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നാമജപ ഘോഷയാത്ര നടത്താൻ സ്ത്രീകൾ തെരുവിലേ ഉണ്ടാകുമായിരുന്നില്ല. ഒരു സ്ത്രീക്കും ഒരു ഐഡന്റിറ്റി, ഒരു ഹിന്ദു സ്ത്രീക്കും ഒരു ഐഡന്റിറ്റി ഉണ്ടാകുമായിരുന്നില്ല. ഇന്ന് ശബരിമലയിൽ പോകണ്ടെന്ന് പറഞ്ഞ് സ്വയം നാമജപ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന സ്ത്രീകളുടെ വിമോചനം സാധ്യമാക്കിയ ഹിന്ദു കോഡ് ബില്ല്, അതിനെതിരെയും ഈ രംഗത്തിരുന്നത് ഇതേ ആളുകളാണ്. ഇത് മനസ്സിലാക്കാതെ പോകുന്നത് ഈ നാമജപ ഘോഷയാത്ര നടത്തിയ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അവരനുഭവിച്ച സ്വാതന്ത്ര്യത്തിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്, അവർക്ക് ലഭിച്ച സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആചാരങ്ങളിൽ നടത്തിയ ഇടപെടലാണ് എന്നുള്ളതാണ് അവർ മനസ്സിലാക്കാതെ പോകുന്നത് എന്നുള്ളതാണ് ഏറെ കൗതുകകരമായ കാര്യം. ഈ മോചിപ്പിക്കപ്പെട്ട ഈ ബ്രാഹ്മണിക്കൽ പെട്രിയാർക്കൽ മേധാവിത്വത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട സ്ത്രീയാണ് ലിബറേറ്റഡ് ആയ ഹിന്ദു സ്ത്രീയായി നിന്ന് സംസാരിക്കുന്നത്. ആ സ്ത്രീയാണ് പക്ഷെ നിർഭാഗ്യവശാൽ നാമജപം മുഴക്കുന്നത്. അതിൽ ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം സ്വാമി കർപ്പാത്രിയുടെ ഒരു നിർവചനമുണ്ട്. ഇഫ് ദ വൈഫ് ഈസ് എ ഹാബിച്വൽ ഡ്രങ്കാർഡ്, യാജ്ഞവൽക്കന്റെ സ്മൃതി പറയുന്നു അത്രേ, ഭാര്യ ഒരു മദ്യപാനിയാണെങ്കിൽ, എ കൺഫേംഡ് ഇൻവാലിഡ്, അസാധുവായ ഒരു സ്ത്രീ ആണെങ്കിൽ, എ കണ്ണിങ്, വളരെ ഗൂഢ ഉദ്ദേശത്തോടു കൂടി നിൽക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ, എ ബാരൻ ഒരു സ്പെൻട്രിഫ്റ്റ് വിമൻ, ഒരു പ്രസവിക്കാൻ കഴിയാത്തവളാണ്, അല്ലെങ്കിൽ വലിയ രീതിയിൽ ചെലവഴിക്കുന്ന ധൂർത്തുപുത്രിയാണെങ്കിൽ, ഇഫ് ഷീ ഈസ് ബിറ്റർ ടങ്, അവളുടെ നാക്ക് ശരിയല്ലെങ്കിൽ, നാക്ക് പിഴയാണെങ്കിൽ, വിത്ത് ആൻ ഇൻവേർട്ടഡ് കോമ, ഇഫ് ഷീ ഹാസ് ഗോട്ട് ഓൺലി ഡോട്ടേഴ്സ്, പെൺകുട്ടികൾ മാത്രമേ ഉള്ളുവെങ്കിൽ, ആൻഡ് നോ സൺ, ആൺകുട്ടി ഇല്ലെങ്കിൽ, ഇഫ് ഷീ ഹേറ്റ്സ് ഹർ ഹസ്ബൻഡ്, ഹസ്ബൻഡിനെ അവൾ വെറുക്കുന്നുവെങ്കിൽ, then the husband can marry a second wife. ആ ഹസ്ബൻഡിന് രണ്ടാമത്തെ ഭാര്യയെ വിവാഹം കഴിക്കുന്നതിന് എന്താണ് കുഴപ്പം എന്നാണ് യാജ്ഞവൽക്കന്റെ സ്മൃതിയെ മുൻനിർത്തിക്കൊണ്ട് സ്വാമി കർപ്പാത്രി മഹാരാജ് ചോദിക്കുന്നത്. ഈ കർപ്പാത്രി മഹാരാജ് അവിടെ കൊണ്ട് നിർത്തിയില്ല. കർപ്പാത്രി മഹാരാജ് പറഞ്ഞു, ഈ ഹിന്ദു കോഡ് ബില്ലിന്റെ കുഴപ്പം എന്താണെന്നറിയോ? ഹിന്ദു കോഡ് ബില്ലിന്റെ കണ്ടന്റ് അല്ല, അത് ഉണ്ടാക്കിയവനാണ്. A former untouchable had no business meddling in the normal preserves of Brahmins. ബ്രാഹ്മണന്റെ കാര്യത്തിൽ ഇടപെടാൻ ഈ അൺടച്ചബിളിന് എന്ത് അധികാരമിട എന്നാണ് ചോദിച്ചത്. ഇതേ ഭാഷയിൽ പിണറായി വിജയനെതിരെ തെളിവിളിക്കുന്ന സ്ത്രീയുടെ കഥ നാമജപ ഘോഷയാത്രയിൽ നമ്മൾ കണ്ടതാണ്. സ്വാമി കർപ്പാത്രി മഹാരാജ് ഒരു കാലഘട്ടത്തിന്റെ മാത്രം സൃഷ്ടിയല്ല, ഒരു മനോവിചാരത്തിന്റെ സൃഷ്ടിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ സംഭവിക്കുന്നത്. ഗ്രേറ്റ തൻബർഗ് പറഞ്ഞ വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. സയൻസ് ആൻഡ് ഡെമോക്രസി ആർ സ്ട്രോങ്ലി ഇന്റർലിങ്ക്ഡ്. ഒരു കുട്ടി പറയുന്നതാണ്. ഇതുപോലും മനസ്സിലാക്കാത്ത മനുഷ്യരാണല്ലോ നമ്മുടെ ചുറ്റുമുള്ളത് എന്നുള്ളതാണ്. സയൻസ് ആൻഡ് ഡെമോക്രസി, ഒരു കുട്ടി പറഞ്ഞെന്നുള്ളത് ഐ ആം നോട്ട് ബിലീറ്റിംഗ് കുട്ടി എന്ന് പറയുന്നത് വളരെ ഡിഗ്നിറ്റി ഉള്ള ഒരു ഇൻഡിവിജ്വൽ ആണ്. ഐ ഷുഡ് സപ്പോർട്ട് ദാറ്റ്. ഒരു പെൺകുട്ടി ഈ സയൻസിനെയും ഡെമോക്രസിയെയും കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞൊരു പോയിന്റ് സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ. സയൻസ് ആൻഡ് ഡെമോക്രസി ആർ സ്ട്രോങ്ലി ഇന്റർലിങ്ക്ഡ്. അത് വളരെ ആത്യന്തികമായി ഇഴചേർന്നിരിക്കുന്നു. ദേ ആർ ബോത്ത് ബിൽറ്റ് ഇൻ ഫ്രീഡം ഓഫ് സ്പീച്ച്, ഇൻഡിപെൻഡൻസ്, ഫാക്ട്സ് ആൻഡ് ട്രാൻസ്പെറൻസി. നോക്കൂ, ഈ ഘടകങ്ങൾ, ഫ്രീഡം ഓഫ് സ്പീച്ച് സയൻസിന് വേണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശാസ്ത്ര പരിവേഷണങ്ങളിലേക്ക് എത്താൻ കഴിയില്ല. അഭിപ്രായം തുറന്നു പറയണം. ഇൻഡിപെൻഡൻസ്, അവിടെ സ്വാതന്ത്ര്യം വേണം. ഫാക്ട്സ്, വാല്യൂസിനും കൂടുതൽ പ്രാധാന്യം വസ്തുതകൾക്ക് കൊടുക്കണം, ഒബ്സർവേഷന് കൊടുക്കണം. ആൻഡ് ട്രാൻസ്പെറൻസി, തുറന്ന് സംസാരിക്കണം. ഇഫ് യു ഡോണ്ട് റെസ്പെക്ട് ഡെമോക്രസി ദെൻ യു പ്രോബബ്ലി വോണ്ട് റെസ്പെക്ട് സയൻസ്. ജനാധിപത്യത്തെ നിങ്ങൾ വിലമതിക്കുന്നില്ലെങ്കിൽ സയൻസിനെയും നിങ്ങൾ വിലമതിക്കില്ല. അപ്പോഴാണ് നമ്മൾ ശാസ്ത്ര കോൺഗ്രസിൽ ഈ പറയുന്ന പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് സ്റ്റെം സെൽസ് മഹാഭാരതത്തിന് മുൻപുണ്ടായിരുന്നു എന്ന കഥയിലേക്ക് നമ്മൾ തിരിച്ചെത്തുന്നത്. ഗണപതിയുടെ പ്ലാസ്റ്റിക് സർജറി സയൻസ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പ്രബന്ധമായിട്ടുണ്ട്.
ആൻഡ് ഇഫ് യു ഡോണ്ട് റെസ്പെക്ട് സയൻസ് then you probably won't respect democracy. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ സയൻസിനെ റെസ്പെക്ട് ചെയ്യുന്നില്ലെങ്കിൽ ജനാധിപത്യത്തെ റെസ്പെക്ട് ചെയ്യുന്നില്ല. ഇഫ് യു ആർ നോട്ട് റെസ്പെക്ടിങ് ഡെമോക്രസി യു ആർ നോട്ട് റെസ്പെക്ടിങ് സയൻസ്. ജനാധിപത്യത്തെ റെസ്പെക്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ സയൻസിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല. സയൻസിനെ റെസ്പെക്ട് ചെയ്യുന്നില്ലെങ്കിൽ ജനാധിപത്യത്തെ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട, എനിക്ക് ഈ പ്രസന്റേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണിത്. ഇത് ഭക്രാനങ്കൽ ഡാമാണ്. ഇവിടെയാണ് നെഹ്റുവിന്റെ വളരെ വിഖ്യാതമായ പ്രഭാഷണം നടക്കുന്നത്. ഡാമുകൾ ഈ ആധുനിക ഇന്ത്യയുടെ ആരാധനാലയങ്ങൾ എന്ന് നടക്കുന്നത്. ദെൻ എന്തുകൊണ്ട് സയൻസിൽ നിങ്ങൾ ചേരണം എന്നുള്ളതിനെ കുറിച്ച് ഗാന്ധി പ്രസംഗിക്കുന്നുണ്ട്. 47th ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൽ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് സയൻസ് ദ വെഹിക്കിൾ ഓഫ് ചേഞ്ച്, സയൻസിലൂടെ മാത്രമേ മാറ്റം ഉണ്ടാക്കാൻ കഴിയത്തുള്ളൂ എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഒരു ക്രിട്ടിക്കൽ റാഷണലിസ്റ്റിന്റെ പൊസിഷൻ സ്വീകരിക്കുന്നത് സയൻസിന്റെ ഫലപ്രദമായിട്ടാണ്. ട്രസ്റ്റ് ഇൻ സയൻസ് എന്നുള്ളത് എങ്ങനെയാണ് മനുഷ്യരാശിയെ ശാസ്ത്രം വിപ്ലവകരമായി നയിച്ചത് എന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. ഐ തിങ്ക് വെൻ യു റീഡ് ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇതിൽ പൂർണ്ണമായും ഈ എന്തുകൊണ്ട് ഞാൻ റിലീജിയസ് അല്ല എന്ന് അദ്ദേഹം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നോക്കൂ, അദ്ദേഹം പറയുന്നത് റിലീജിയൻ though it has undoubtedly brought comfort to innumerable human beings and stabilized the society by its values. സമൂഹത്തെയൊക്കെ അത് നിലനിർത്തിയിട്ടുണ്ടാവാം വാല്യൂസും മൂലം. ചില മനുഷ്യർക്ക് അവന്റെ സഫറിങ്സിന് ചില ഉദാഹരണങ്ങൾ, ചില കംഫർട്ടും കൊടുത്തിട്ടുണ്ടാവാം മതം. പക്ഷെ എങ്കിലും അതിന്റെ പ്രശ്നം എന്താണെന്ന് അദ്ദേഹം പറയുന്നു. there was an element of magic about it. അതിനകത്തൊരു കള്ളത്തരമുണ്ട്. an uncritical credulousness, ചോദ്യം ചെയ്യാനാവാത്ത തരത്തിലുള്ള വിധേയത്വം അതിനുണ്ട്. റിലയൻസ് ഓൺ ദി സൂപ്പർ നാച്ചുറൽ, പ്രകൃത്യാതീതമായ ശക്തികളിലുള്ള വിശ്വാസമുണ്ട്. ഇറ്റ് പ്രൊഡ്യൂസസ് നാരോനെസ് ആൻഡ് ഇൻടോളറൻസ്, ഇടുങ്ങിയ മനസ്സും അസഹിഷ്ണുതയും വളർത്തും. ക്രെഡിബിലിറ്റി ആൻഡ് സൂപ്പർസ്റ്റിഷൻ, എന്തിനേയും വിശ്വസിക്കുന്ന മാനസികാവസ്ഥയും അന്ധവിശ്വാസത്തിലേക്കും നയിക്കും. ഇമോഷണലിസം വൈകാരികമാക്കും. ആൻഡ് ഇറാഷണലിസം അത് യുക്തിരഹിതമാക്കും. ഇറ്റ് ടെൻഡ്സ് ടു ക്ലോസ് ആൻഡ് ലിമിറ്റ്സ് ദ മൈൻഡ് ഓഫ് മാൻ ആൻഡ് ടു പ്രൊഡ്യൂസ് എ ടെമ്പർ ഓഫ് എ ഡിപെൻഡന്റ് അൺഫ്രീ പേഴ്സൺ. മതം അതുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് അസ്വാതന്ത്ര്യത്തിലേക്ക് നടക്കാൻ പറ്റൂ. മതം കൊണ്ട് നിങ്ങൾ പാരതന്ത്ര്യത്തിന്റെ കൽത്തുറുങ്കുകൾ പണിയുന്നു എന്നാണ് പറയുന്നത്. സോ സയൻസ് ആൻഡ് റിലീജിയനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം. കൾച്ചറൽ നാഷണലിസ്റ്റ് അല്ലാത്തത് എന്തുകൊണ്ട് എന്നുള്ളത് അദ്ദേഹം സയൻസിന്റെ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ സയന്റിഫിക് ടെമ്പറിനെ കുറിച്ചും ഒക്കെയുള്ള ധാരണകൾ അദ്ദേഹത്തിന്റെ ഈ കത്തുകളിൽ പ്രഭാഷണങ്ങളിലൂടെ ഒക്കെ പറയുന്നുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ IIT ഖരഗ്പൂരിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇടാൻ പോകുന്ന സമയത്തുള്ള ദൃശ്യമാണ്. IIT ബോംബെ. മറുഭാഗത്തെ ദൃശ്യം നിങ്ങൾ കണ്ടു. നിങ്ങൾക്ക് എന്തിനോടാണ് ആരാധന, നിങ്ങളുടെ ടെമ്പർ എന്താണ് എന്നുള്ളതാണ്. ഇവിടെയാണ് ഗ്രേറ്റ തെൻബർഗിന്റെ ആർഗ്യുമെന്റ് നമ്മുടെ ഇന്നത്തെ ഈ പ്രഭാഷണത്തിന്റെ ഒരു അവസാനത്തെ സെന്റൻസ് ആയിട്ട് വരുന്നത്. നിങ്ങൾ എന്തിനെ ആരാധിക്കുന്നു, നിങ്ങൾ എന്തിനെ ബഹുമാനിക്കുന്നു എന്നതിലാണ് നിങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള സ്വത്വം ഇരിക്കുന്നത്. നിങ്ങൾ സയൻസിനെ ബഹുമാനിച്ചാൽ നിങ്ങൾ ജനാധിപത്യത്തെ ബഹുമാനിക്കുന്നു. നിങ്ങൾ 40 കിലോഗ്രാം വെള്ളിക്കഷ്ണത്തെ വിശ്വാസത്തിന്റെ പുറത്ത് ആരാധിച്ചാൽ നിങ്ങൾ ജനാധിപത്യത്തെ എതിർക്കും. ഇതാണ് അടിസ്ഥാനമായി ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഈ ചോയ്സ് നിർഭാഗ്യവശാൽ നമ്മുടേതായിരുന്നു. ചോയ്സ് ഈസ് ഓവേഴ്സ്. ഒരേ കടൽ എന്ന സിനിമയിൽ മമ്മൂട്ടി പറയുന്ന ഒരു വാചകമുണ്ട്. നിനക്കും എനിക്കും ഇടയിൽ ഒരു വലിയ ഒരു കടലുണ്ട് എന്നാണ് പറയുന്നത്. നെഹ്റുവിനും മോഡിക്കും ഇടയിൽ ഒരു വലിയ കടലുണ്ട്, ശാസ്ത്രം എന്ന ഒരു കടൽ. താങ്ക് യു. കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.